എൻ്റെ പേര് ശ്രീരാഗം എന്നാണ്. സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലമാണ്. പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ ശേഷം ഞാനൊരു പാഷനായിട്ടായിട്ട് ഞാൻ ചൂസ് ചെയ്ത ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഇന്ന് ഇവിടെ എല്ലാവരും പരിചയപ്പെടാനായിട്ട് എത്തിയേക്കണം. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഒരു വരുമാന മാർഗം എന്തായാലും ഉണ്ടാവും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു ജോലിനെയോ ഒന്നും ബാധിക്കാത്ത രീതിയിൽ, ഇപ്പൊ നിങ്ങളൊരു ജോലിക്ക് വന്ന ഒരാളായിക്കോട്ടെ, ഒരു സ്റ്റുഡന്റ് ആയിക്കോട്ടെ, ഒരു ഹൗസ് വൈഫ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തൊരു വരുമാനം ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ ജോലിക്ക് ഇപ്പോൾ അധിക വരുമാനം വേണമെന്നോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരാൾക്കും കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിവൈൻ ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിലുപരി ട്രെൻഡ് ഓപ്പർച്യൂണിറ്റിയാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് പഠിച്ച് മനസ്സിലാക്കി ചെയ്യാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിന് അത്രയും ഒരു ഫ്യൂച്ചർ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാനിതൊരു കരിയറായിട്ട് തന്നെ മുന്നോട്ട് പഠിക്കാൻ പോകാതെ തന്നെ ഒരു കരിയറായിട്ട് ജോലി കാര്യങ്ങൾ നോക്കാതെ ഒരു കരിയറായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഞാനൊരു സ്ലൈഡിന്റെ സഹായത്തോടെ ആയിരിക്കും ഈ പ്രസന്റേഷൻ ചെയ്യുന്നുണ്ടാവുന്നത്. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധയോടുകൂടി കുറച്ച് സമയം ഒന്ന് മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഡിവൈൻ ട്രെൻഡ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ഒരു സ്ലൈഡിന്റെ സഹായത്തോടു കൂടി ഞാൻ ഈ പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. മാഡം, സ്ലൈഡ് വിസിബിൾ അല്ലേ? വിസിബിൾ ആണ് സർ. ഓക്കെ. നമ്മുടെ ഈ പ്രൊജക്ടിന്റെ പേര് CEO എന്നാണ്, അതായത് കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി എന്നാണ് നമ്മുടെ ഈ പ്രൊജക്ടിന്റെ പേര്. നമുക്കറിയാം, ബേസിക്കലി നമ്മളെല്ലാവരും എന്താണ്, കൺസ്യൂമർ ആണ്. നമ്മൾ ഗുഡ് മോർണിംഗ് മുതൽ ഗുഡ് നൈറ്റ് വരെ നമ്മളെല്ലാവരും കൺസ്യൂമർ ആണ്. പക്ഷെ അതിൽ നിന്ന് ഇന്നേ വരെ നമുക്കൊരു സാമ്പത്തിക നേട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല, ശരിയല്ലേ? പക്ഷെ ഇവിടെ ഒരു കൺസ്യൂമർ ആയിട്ട് നിന്നുകൊണ്ട് ഒരു ബിസിനസിന്റെ ഓണർഷിപ്പ് നമുക്ക് നേടിയെടുക്കാനും അതിലൂടെ നമുക്ക് വലിയൊരു ഹ്യൂജ് വരുമാനം നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ ഒരു പ്രൊജക്റ്റാണ് കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. ഈ പ്രൊജക്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊജക്ട് ഒറ്റയ്ക്ക് ചെയ്യേണ്ട എന്നുള്ളതാണ്. മറ്റെന്തൊരു സംരംഭമാണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും, അല്ലെ? നമുക്ക് സഹായിക്കാനായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു വിന്നിംഗ് ടീം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റിയുടെ ബാക്കപ്പിലാണ് നമ്മൾ നമ്മുടെ ഒരു സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ. അതുപോലെ ഒരു യൂണിവേഴ്സിറ്റിയാണ് വിന്നിംഗ് ടീം. അതായത് ഈ പ്രൊജക്ട് വഴി എങ്ങനെ ലൈഫിൽ വലിയൊരു വിജയം നേടിയെടുക്കാമെന്ന് നമ്മളെ പഠിപ്പിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് വിന്നിംഗ് ടീം. ഓക്കെ. നമുക്കറിയാം, ലൈഫിൽ എന്ത് കാര്യങ്ങളും ഒരാൾ ചെയ്യണമെങ്കിൽ ഒരു കാരണം വേണം, ശരിയല്ലേ? മനുഷ്യന് പ്രത്യേകിച്ച് ഒരു റീസൺ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്യണേ. നമ്മളെ സംബന്ധിച്ച് ഒരു സ്വപ്നം കാണുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് സ്വപ്നം കാണാത്ത ആരുമില്ല, അല്ലെ? ആഗ്രഹങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാരാണ് മനുഷ്യർ എന്ന് പറഞ്ഞാൽ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒരു ജോലിക്ക് പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സ്വപ്നം കാണേണ്ട ആവശ്യമില്ല. അവിടെ നമ്മളെ ജോലി ചെയ്താൽ മതി, നമുക്ക് വരുമാനം കിട്ടും, ശരിയാണോ? പക്ഷെ സ്വന്തമായിട്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഒരു ഡ്രീം, നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോഴാണ് പൈസ തരണം തന്നെ. ഇപ്പൊ ചില ആളെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് നേട്ടം ഉണ്ടാവുമെന്നുള്ളതായിരിക്കാം. ചില ആൾക്ക് നല്ല നല്ല കാർ എടുക്കാന്നുള്ളതായിരിക്കാം, ചിലപ്പോൾ യാത്ര പോകാന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ പിക്ചറിൽ കാണിച്ചിരിക്കുമ്പോൾ നല്ല വീടായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ നല്ല ഒരു ക്വാളിറ്റി സമയം കിട്ടാന്നുള്ളതായിരിക്കാം. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമാണ്, ശരിയല്ലേ? നമുക്കും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവാം, പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷെ അതെല്ലാം നേടിയെടുക്കാൻ ഇപ്പം നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ വേറെ അവസരം കിട്ടിയെന്ന് വരില്ല. പക്ഷെ നമ്മുടെ എന്ത് സ്വപ്നവും നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ ഒരു ഡിവൈൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ. നമുക്കറിയാം, ലൈഫിൽ സക്സസ് ആവുക എന്നുള്ള വാക്ക് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ശരിയല്ലേ? സക്സസ് ആയ ഒരുപാട് ആൾക്കാരുടെ സ്റ്റോറി നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ജീവിതം സക്സസ്ഫുൾ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവാം. പലപ്പോഴും നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ച ചോദ്യങ്ങളായിരിക്കാം, ഞാനും വർഷങ്ങളായിട്ട് പല ജോലി ചെയ്യുന്നുണ്ടോ, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ എന്തുകൊണ്ടാണ് എന്റെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാവാത്തത്? അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം പോലെ തന്നെയാണല്ലോ ഈ വർഷം ഒരു മാറ്റം ഇല്ലല്ലോ? എപ്പോഴും ചിന്തിക്കുന്ന കാര്യം, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ലൈഫിൽ സക്സസ്ഫുൾ ആവാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവരെ മനസ്സിലേക്ക് കടന്നു വന്ന കാര്യം, കുറച്ച് പൈസ കിട്ടി കഴിഞ്ഞാൽ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാന്നുള്ളതായിരിക്കാം. മനസ്സിലാക്കേണ്ട കാര്യം, ഒരിക്കലും ഒരു പൈസ അല്ലെങ്കിൽ മണി മാത്രം കിട്ടുന്ന അവസ്ഥയല്ല സക്സസ്ഫുൾ. ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കും പോലെ ഈ ഒരു 4 കാര്യത്തിന്റെ കോമ്പിനേഷൻ ആണ് ലൈഫിൽ സക്സസ്ഫുൾ ആവുക എന്ന് പറഞ്ഞത്. ഇത് വളരെ പ്രധാനപ്പെട്ട 4 പോയിന്റ് ആണ്. കാരണം ഞാൻ ഈ പറയുന്ന 4 കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചിന്തിച്ചു പോവുക. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് മുന്നോട്ട് പോയാൽ, ഒരു ജോലിയായിട്ട് മുന്നോട്ട് പോയാൽ ഈ 4 കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നും കൂടെ ചിന്തിച്ചു നോക്കണം. ഓക്കെ. അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജോലിയായിട്ട് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മാറി ചിന്തിക്കണം. എന്നാലാണ് നമ്മുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാവുള്ളൂ. ഒന്ന്, സംശയമില്ല, പണം തന്നെ, ഇനഫ് മണി. 2, ഇനഫ് ടൈം, ഇഷ്ടമാതിരി സമയം വേണം, ഇഷ്ടമാതിരി പണം വേണം. അടുത്ത്, പ്രോപ്പർ ഹെൽത്ത്, നല്ല ആരോഗ്യം വേണം. ലൈഫ് സെക്യൂരിറ്റി, ഇതെല്ലാം കിട്ടും, എന്നും കിട്ടും, നിലനിൽക്കുന്നുള്ള സെക്യൂരിറ്റി വേണം. ഈ ഒരു 4 കാര്യത്തിന്റെ കോമ്പിനേഷൻ ആണ്. ചിന്തിച്ചു നോക്കുക, ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഇതെല്ലാം കിട്ടാറുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ജോലിക്ക് പോകുന്നുണ്ട്, അല്ലെ? നിശ്ചയ സമയം കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ട് വരുമാനം കിട്ടുന്നുണ്ട്. നമുക്കൊരു ആരോഗ്യ പ്രശ്നം വരുമ്പോഴല്ലേ നമ്മൾ ആരോഗ്യത്തെ പറ്റി ചിന്തിക്കണേ, ശരിയല്ലേ? അല്ലെങ്കിൽ ഇഷ്ടംമാതിരി പണമുണ്ട്, ഇഷ്ടംമാതിരി സമയമുണ്ട്, നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിലോ? ഈ സമയം പണം കിട്ടിയിട്ട് കാര്യമുണ്ടോ?
ഒരിക്കലും ഇല്ല. അപ്പൊ ഇത് ഒരെണ്ണം മിസ്സായി കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഇഷ്ടമായിട്ട് പണമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, നിന്നിരിക്കാൻ സമയമില്ലെങ്കിലോ ലൈഫ് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് ഒരു പോയിന്റ് പോയി കഴിഞ്ഞാൽ, ഒരു കാര്യം പോയി കഴിഞ്ഞാൽ ഒരിക്കലും ലൈഫിൽ നമുക്ക് ഒരു എൻജോയ്മെന്റോ സക്സസ്ഫുൾ ആവാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാറി ചിന്തിക്കാൻ പറ്റിയ ഒരു ഡിവൈൻ ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ ഈ പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ഈ പ്രൊജക്ട് വഴി നിങ്ങൾക്ക് ഈ 4 കാര്യങ്ങളും ലൈഫിൽ എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെ ആൻസർ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചാൽ മതി. നമ്മുടെ വരുമാനത്തിനെ കുറിച്ചാണ്. ഓക്കെ, വാട്ട് യുവർ കറന്റ് ഇൻകം സ്റ്റാറ്റസ്? ഇപ്പോൾ ഉള്ള നിങ്ങളുടെ വരുമാനം എന്താണ്? ആ വരുമാനത്തിൽ നിങ്ങൾ ഹാപ്പി ആണോ? വാട്ട് യുവർ സേവിങ്സ് ഫോർ ഫ്യൂച്ചർ? ഇപ്പോൾ ഉള്ള വരുമാനം കൊണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും സേവ് ചെയ്യാൻ പറ്റാറുണ്ടോ? ആർ യു ഷുവർ അബൌട്ട് യുവർ ജോബ് സെക്യൂരിറ്റി? ഇപ്പോൾ ഉള്ള ജോലിയിൽ നിങ്ങൾക്ക് എന്ത് സെക്യൂരിറ്റി ആണുള്ളത്? ഹൗ വിൽ യു മാനേജ് വെൻ യുവർ കറന്റ് ഇൻകം സ്റ്റോപ്സ്? ഇപ്പോൾ ഉള്ള വരുമാനം നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വരുമാന മാർഗം ഉണ്ടോ? ഡു യു ഹാവ് ടു ക്വാളിറ്റി ടൈം ടു സ്പെൻഡ് വിത്ത് യുവർ ഫാമിലി? ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ നല്ല ക്വാളിറ്റി സമയം കിട്ടാറുണ്ടോ? എപ്പോഴും നമുക്ക് ചിന്തിച്ചറിയാം, നിങ്ങളൊരു എംപ്ലോയ്മെന്റ് ലെവലാണെങ്കിൽ ഇതിന്റെ എല്ലാ ആൻസറും എനിക്കും അറിയാം, നോ നോ എന്ന് തന്നെയായിരിക്കും, ശരിയല്ലേ? അപ്പൊ ഈ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നാൽ കിട്ടിയത് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ. ലൈഫിൽ മാറ്റം വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മാറി ചിന്തിക്കണം. നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി വഴി ഇതെല്ലാം നമുക്ക് യെസ് ആക്കി നമുക്ക് എടുത്ത് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ പണം വേണം, ആരോഗ്യം വേണം, സമയം വേണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ എന്ത് രീതിയിൽ, ഏത് രീതിയിലുള്ള വരുമാനം വാങ്ങിച്ചാലാണ് നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവാന്നും കൂടെ നമുക്ക് അറിയണം. യെസ് ഓർണോ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ, കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അധ്വാനിക്കാതെ ഇരുന്നിട്ടോ ജോലി ചെയ്തൊന്നും അല്ല, നമ്മൾ വർഷങ്ങളായിട്ട് എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷെ നമ്മുടെ ലൈഫിൽ മാറ്റമില്ല. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ കോടീശ്വരന്മാരെന്നും കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുകയാണ്, പാവപ്പെട്ടവരൊന്നും പാവപ്പെട്ടവരായിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ പറയാറുള്ള കാര്യങ്ങളാണ്, ശരിയല്ലേ? ശരിക്കും അതിന്റെ ഒരു ക്ലിയർ കട്ട് ആൻസർ ആണ് ഞാൻ പറയുന്നത്. ഇന്ന് ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ആൾക്കാരും മനസ്സിലാക്കിയിരിക്കുന്ന തിയറിയാണ്. ലോകത്തില് ജെന്യുവൻ ആയിട്ട് വരുമാനം വാങ്ങുന്ന ആൾക്കാർ 4 രീതിക്കുള്ള, ഇത് ഞാൻ പണ്ടോടോ അല്ല കേട്ടോ, ഫേമസ് എക്കണോമിസ്റ്റ് റോബർട്ട് കിയോസാക്കി അദ്ദേഹത്തിന്റെ റിച്ച് ഡാഡ് പുവർ ഡാഡ് ടെസ്റ്റിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ലോകത്തില് നല്ല രീതിയിൽ ജെന്യുവൻ ആയിട്ട് വരുമാനം വാങ്ങുന്ന ആൾക്കാർ 4 രീതിക്കുണ്ട്. ആ 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാം. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ആക്റ്റീവിംഗ് എന്ന് പറയും. ആ പേര് തന്നെ ഉണ്ട്, നമുക്ക് അറിയാം, ആക്റ്റീവ് ആയ മാത്രം എന്ത് കിട്ടും, വരുമാനം കിട്ടും. അതിൽ തന്നെയാണ് എംപ്ലോയി, സെൽഫ് എംപ്ലോയി. ഇപ്പൊ എംപ്ലോയി നമുക്കറിയാം, നമ്മൾ സമയം എഫേർട്ടും കൊടുക്കുന്നു, ഒരു വരുമാനം കിട്ടുന്നു. ഒരു സ്ഥാപനത്തിന്റെ കീഴിലോ ഒരു വ്യക്തിയുടെ കീഴിലോ നമ്മൾ സമയം എഫേർട്ടും കൊടുക്കുന്നു, വരുമാനം കിട്ടുന്നു. ഇപ്പൊ നാളെ സാറ്റർഡേ ആണ്, നാളെ വർക്കിംഗ് ഡേ ആണ്. നാളെ നമ്മൾ ജോലിക്ക് പോയില്ലെങ്കിലോ, ഒരു ദിവസം പോയില്ലെങ്കിലോ വരുമാനം കിട്ടില്ല. ഒരാഴ്ച പോയില്ലെങ്കിലോ വരുമാനം കിട്ടില്ല. 2 ആഴ്ച പോയില്ലെങ്കിലോ ചിലപ്പോൾ ജോലി പോലും ഉണ്ടാവില്ല. നമ്മുടെ ആബ്സെൻസിൽ ഒരിക്കലും വരുമാനം കിട്ടില്ല. അടുത്ത സെൽഫ് എംപ്ലോയ്മെന്റ്. നമുക്ക് സ്വന്തമായിട്ട് ഒരു കഴിവുണ്ടെങ്കിൽ, ഒരു സ്കിൽ ഉണ്ടെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വരുമാനം വാങ്ങുന്നവർ. ഇപ്പൊ എനിക്കൊരു പാട്ട് പാടാനുള്ള കഴിവ് എനിക്കുണ്ടെങ്കിൽ, ഞാനൊരു സിംഗർ ആണെങ്കിൽ ഞാൻ പാട്ട് പാടി വരുമാനം വാങ്ങും. അല്ലെങ്കിൽ ഞാനൊരു ഡോക്ടർ ആണെങ്കിലോ ഞാൻ ചികിത്സിച്ച് വരുമാനം വാങ്ങും. ഒരു ടീച്ചർ ആണെങ്കിലോ ഞാൻ ടീച്ച് ചെയ്ത് പഠിപ്പിച്ച് വരുമാനം വാങ്ങും. പക്ഷെ അവിടെ കഴിവുണ്ട്, ടാലന്റ് ഉണ്ട്, സ്കിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ചെയ്താലേ വരുമാനമുള്ളൂ, ശരിയല്ലേ? ആബ്സെൻസിൽ വരുമാനമില്ല. പാട്ട് പാടാൻ അറിയെങ്കിൽ പാട്ട് പാടണം, നല്ല വരുമാനമുള്ളൂ. നമുക്കറിയാം, ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് നമ്മുടെ ജഗതി ശ്രീകുമാർ, ശരിയല്ലേ? അദ്ദേഹം ആക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു വരുമാനം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ആക്സിഡന്റ് പറ്റി, ഇപ്പൊ അദ്ദേഹത്തിന് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ എന്തില്ല, വരുമാനമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ലോക പോപ്പുലേഷനിൽ 95% ആൾക്കാരും ഇങ്ങനെ ഒരു ആക്റ്റീവ് ഇൻകം ഹോൾഡേഴ്സ് ആണ്. ആബ്സെൻസിൽ വരുമാനമില്ല, ആക്റ്റീവ് ആയാലേ വരുമാനമുള്ളൂ. ഒരു 5%കാരുണ്ട്, അവരെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സമയം, പണം, ആരോഗ്യം, സെക്യൂരിറ്റി ഒക്കെ ഒരുമിച്ച് നേടിയെടുത്തിട്ടുള്ള, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വിജയിച്ചു എന്ന് കാണുന്ന എല്ലാവരും, സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ആൾക്കാരും തൊട്ടപ്പുറത്തുള്ള 5%കാരാണ്. അതിൽ തന്നെയാണ് ബിസിനസ് ഓണർ ആൻഡ് ഇൻവെസ്റ്റർ എന്ന് പറയും. ഇപ്പൊ ബിസിനസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ഷോപ്പോ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പോ ഒരു മൊബൈൽ കടയാണെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളും പറയും, ആ ഞാൻ ബിസിനസ് ആണ് ചെയ്യുന്നത്. പക്ഷെ നമുക്കറിയാം, ചെറിയൊരു മൊബൈൽ ഷോപ്പോ അല്ലെങ്കിൽ ചെറിയ ടെക്സ്റ്റൈൽ ഷോപ്പോ ആണെങ്കിൽ എന്നും പോയി ഷട്ടർ പൊക്കിയാലേ വരുമാനമുള്ളൂ, ശരിയല്ലേ? അത് സെൽഫ് എംപ്ലോയ്മെന്റ് ബിസിനസ് ആണ്. നമ്മുടെ ആബ്സെൻസിൽ അവരെ വരുമാനം കിട്ടില്ല. റിയൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആബ്സെൻസിലും വരുമാനം കിട്ടണം. ഇപ്പൊ എക്സാമ്പിൾ റിലയൻസിന്റെ സൂപ്പർ മാർക്കറ്റ്, പെട്രോൾ പമ്പ് നമ്മുടെ വീടിന്റെ അടുത്ത ടൗണിലുണ്ട് അല്ലേ? നമ്മുടെ വണ്ടിക്കും പലപ്പോഴും നമ്മുടെ റിലയൻസിന്റെ പെട്രോൾ പമ്പിൽ നിന്നൊക്കെ പെട്രോൾ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും അംബാനിനെയോ മുകേഷ് അംബാനിനെയോ അവിടെ കണ്ടിട്ടുണ്ടോ? ആ സ്ഥാപനത്തിന് MD കണ്ടിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം എന്താ, അംബാനിക്ക് 9ാം ക്ലാസ് 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളൂ. പക്ഷെ അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിനേക്കാൾ കഴിവുള്ള ആൾക്കാരുടെ ടൈമും എഫേർട്ടും വിലയ്ക്ക് വാങ്ങിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സക്സസ്. ചുരുക്കി പറഞ്ഞാൽ ലിവറേജിങ് ആണ്. അദ്ദേഹത്തിന് വേണ്ടി കൂടെ പണിയെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു വർഷമല്ല, 10 കൊല്ലം മാറിയിരുന്നാലും വരുമാനം എടുക്കും. കാരണം ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തുള്ള ബിസിനസ് ആണ് റിയൽ ബിസിനസ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വെറുതെ വീട്ടിൽ കയറി ഇരിക്കുമ്പോഴും നമുക്ക് പൈസ ഇട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് റിയൽ ബിസിനസ്. അടുത്ത ഇൻവെസ്റ്റർ. ഇപ്പൊ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ബാങ്കിൽ ഇട്ടാൽ മതി, ഇൻട്രസ്റ്റ് കിട്ടും, ശരിയല്ലേ?
അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്ത് ടൗണിൽ, ഒരു എറണാകുളം ടൗണിൽ നമുക്കൊരു സ്വന്തമായിട്ട് ഒരു 10 ബിൽഡിംഗ് ഉണ്ട്, 10 കടമുറി ഉണ്ട്. റെന്റിന് കൊടുത്താൽ മതി. നമ്മുടെ ഏത് അവസ്ഥയിലും നമുക്ക് വരുമാനം കിട്ടും. നമ്മുടെ തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റും. ഈ ഒരു കാറ്റഗറിക്ക് പറയുന്ന പേരാണ് പാസീവ് ഇൻകം. ഒരു പീരീഡ് സമയം എഫേർട്ട് ഇട്ടിട്ട് മാറി നിന്നിട്ട് ലൈഫ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് പാസീവ് ഇൻകം. ഇവർ ആബ്സെൻസിൽ ഇവർക്ക് വരുമാനം കിട്ടും. പക്ഷേ ലോകത്തിൽ 5% ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ പാസീവ് ഇൻകം വാങ്ങുന്ന ആൾക്കാർ. വലിയൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ട കാര്യം. പക്ഷെ പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ സമ്പത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 95% സമ്പത്ത് വെൽത്തിരിക്കുന്നത് 5%കാരായ പാസീവ്യത്തിന്റെ കയ്യിലാണ്. വെറും 5% മാത്രമേ ഉള്ളൂ സമ്പത്തുള്ളൂ 95%ഉള്ള ആക്റ്റീവ്യത്തിന്റെ കയ്യിൽ. ഓക്കെ, ഇനി ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് വരാം. വർഷങ്ങളായിട്ട് നമ്മൾ മക്കളടുത്ത് പറയാറുണ്ട് നന്നായിട്ട് പഠിക്കണം, നല്ല ജോലി വാങ്ങണം എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പൊ ഒരു പഠിച്ച് ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, അഡ്വക്കേറ്റ് ആയിക്കോട്ടെ, ഏത് ബിരുദം നേടിക്കോട്ടെ, അവർ ഏത് കാറ്റഗറിയിലായിരിക്കും തന്നെ ചിന്തിച്ചു നോക്കുക. 100% ഒരു ആക്റ്റീവ് ഇൻകം ഹോൾഡർ ആയിരിക്കും. നമുക്ക് ഡോക്ടർ, എഞ്ചിനീയർ, അഡ്വക്കേറ്റ് എല്ലാവരും തന്നെ സെൽഫ് എംപ്ലോയ്മെന്റ് കാറ്റഗറിയില്ല. ചിന്തിച്ചു നോക്കിയേ, നമ്മളെല്ലാം ജോലി എടുക്കാൻ പോണ സ്ഥാപനങ്ങൾ ആരെയാണ്? ഈ പാസിംഗുകാർ സ്ഥാപനത്തിനാണ് നമ്മൾ ജോലി എടുക്കാൻ കാണുന്നത്. കാരണം പണം അവരുടെ കയ്യിലാണ്, പണം വിതരണം ചെയ്യുന്ന പാസിംഗുകാരാണ്. ഇപ്പൊ നമുക്കൊരു സാലറി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങും, മൊബൈൽ റീചാർജ് ചെയ്യും, വണ്ടി പെട്രോൾ അടിക്കും, ആരോഗ്യ പ്രശ്നം ആശുപത്രി പോകും. നമുക്ക് കിട്ടുന്ന വരുമാനം തിരിച്ച് ആക്റ്റീവിയത്തിലൂടെ നമ്മളിലൂടെ തിരിച്ച് ഈ പാസീവുകാരുടെ സ്ഥാപനത്തിലേക്ക് തന്നെയാണ് ചെല്ലണത്. വർഷങ്ങളായിട്ട് പല ജോലി ചെയ്തിട്ടും പല കാര്യങ്ങൾ ചെയ്തിട്ടും നമ്മുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവാത്തതിന്റെ കാര്യം ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ ഒരു ആക്റ്റീവ് ഇൻകം ഹോൾഡർ ആണ്. നമ്മൾ ഒരാൾ ഓടുമ്പോൾ മാത്രമേ വരുമാനമുള്ളൂ, ഓടാൻ പറ്റാതിരുന്ന വരുമാനമില്ല. പാസീവ് ഇൻകം എന്ന് പറയുമ്പോൾ അൺലിമിറ്റഡ് വരുമാനമാണ്. ആക്റ്റീവ് ഇൻകത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ പണിക്കാരനാവാൻ പറ്റും. നമുക്കൊരു നല്ലൊരു ഫിനാൻഷ്യൽ ഒരു പണക്കാരനാവണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു പാസീവ് ഇൻകം വേണം. ഇത് പറയാൻ കാരണം, നമ്മൾ ഇപ്പോഴും ആക്റ്റീവ് ഇൻകത്തിൽ നിന്ന് നല്ല പണക്കാരനാവാൻ ചിന്തിക്കണമെങ്കിൽ അത് ഒരിക്കലും നമുക്ക് നടക്കില്ല. അതിന് ഉറപ്പായിട്ട് ഒരു പാസീവ് ഇൻകം വേണം. അത് ലക്ഷങ്ങൾ കോടികൾ നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാനില്ല. പക്ഷേ ലക്ഷങ്ങളും കോടികൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റിയ ഒരു ഡിവൈൻ ഓപ്പർച്യൂണിറ്റിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോണ. ഈ ഒരു പാസീവ് ഇൻകം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രൊജക്റ്റായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജ് നോക്കാം. ഒന്ന്, ഒരു എക്സ്ട്രാ ഇൻകം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ ജോലിനെ ബാധിക്കാതെ നിങ്ങൾക്ക് ഒരു അധിക വരുമാനം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്യാം. പ്രധാനമായിട്ട് ഈ കോഡിന് ശേഷം എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ് ജോലിക്കൊപ്പം അഡീഷണൽ വരുമാനം എന്നുള്ളത്. ശരിയല്ല. കാരണം കോഡ് പഠിപ്പിച്ച പ്രധാന പാഠം തന്നെ ഒരു വരുമാന മാർഗം കൊണ്ട് മുന്നോട്ട് പോകുന്ന റിസ്ക് ആണെന്നുള്ള കോഡ് നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി കണക്ട് ചെയ്യാം. രണ്ടൊരു ഫിനാൻഷ്യൽ ഫ്രീഡം, പണം ഒരു തടസ്സമല്ലാത്ത അവസ്ഥ. പക്ഷെ ഇപ്പൊ തടസ്സമാണ്. ശരിയല്ലേ? ഫിനാൻഷ്യൽ ഫ്രീഡം കേൾക്കുമ്പോൾ നല്ല സുഖമുള്ള വാക്കാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യം. ആഗ്രഹിച്ച സാധനം ആഗ്രഹിച്ച സമയത്ത് വില നോക്കാതെ വാങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം നോക്കണം എന്താണ് എന്റെ ക്വാളിറ്റിയും കാര്യങ്ങളല്ല, വിലയാണ്. പക്ഷെ എന്തെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് അത് ഇഷ്ടപ്പെട്ടു അങ്ങ് പാക്ക് ചെയ്തോളൂ എന്തെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വില നോക്കിയിട്ടേ വേണോ വേണ്ടോ തീരുമാനിക്കാറുള്ളൂ നമ്മൾ ചെയ്യാറുള്ളൂ. പണം എല്ലാം പണം എന്ന് വെച്ചാൽ എല്ലാം പണം എന്ന് ഞാൻ പറയില്ല. പക്ഷെ 90% പണം തന്നെ വേണം നമ്മൾ എല്ലാ കാര്യം നേടിയെടുക്കാൻ. ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്യാം, കിട്ടും. രണ്ട്, ടൈം ഫ്രീഡം. നിങ്ങൾക്ക് സമയമില്ല എന്നാണ് നിങ്ങൾ പറയണേ, അങ്ങനെ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ആണ്. ചിന്തിച്ചു നോക്കുക, നമ്മൾ ഇപ്പോഴും സമയമില്ല എന്ന് പറയണമെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ചെയ്തുകൊണ്ടിരുന്നാൽ, ആ ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും സമയം കണ്ടെത്താൻ പറ്റുമെന്ന് ചിന്തിച്ചു നോക്കുക. ടൈം ഫ്രീഡം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ പല പല ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അവർ പറയും ബിസിനസ് അടിപൊളിയാണ്, പക്ഷെ നിന്ന് ചെയ്യാൻ സമയമില്ല. ഇതും കൂടെ പറഞ്ഞ കേൾക്കാറുണ്ട്. ശരിയല്ലേ? ഒരു ഡോക്ടറെ എടുക്കാം. അദ്ദേഹം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, വീട്ടില് ചിലപ്പോൾ ഒരു പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഒരു ഫംഗ്ഷൻ വിളിച്ചാൽ വരൂ, ഒരു കല്യാണം വിളിച്ചാൽ വരൂ? ഒരിക്കലും ഇല്ല. കാരണം എന്താ? ഡോക്ടറെ സംബന്ധിച്ച് പണമുണ്ട്, ആരോഗ്യമുണ്ട്, പക്ഷെ എന്തില്ല? ക്വാളിറ്റി സമയമില്ല. എന്തിനാ ഡോക്ടറെ എടുക്കണേ? നമ്മുടെ കാര്യം എടുക്കാം. നാളെ വർക്കിന്റെ ആണ്, പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു, നമ്മൾ തന്നെ എന്താ ചെയ്യണേ? മാക്സിമം നമ്മുടെ ജോലിനെ ബാധിക്കാത്ത രീതിയിൽ പോയിട്ട് വരാൻ നോക്കും. ഒന്നില്ലെങ്കിൽ രാവിലെ ഒരു വൈകിട്ടോ. കാരണം എന്താ? നമ്മൾ സമയം എഫർട്ടും കൊടുത്താലേ വരുമാനം കിട്ടുള്ളൂ നമുക്കറിയാം. തോന്നിയ സമയത്ത് കയറി ചെല്ലാൻ പറ്റില്ല. കാരണം അവിടെ സമയം കൺട്രോൾ ചെയ്യുന്നത് നമ്മളല്ല, അതിന്റെ ഓണറാണ്. ശരിയല്ലേ? ടൈം ഫ്രീഡം നമുക്കില്ല. പക്ഷെ ഇവിടെ ടൈം ഫ്രീഡം ഉണ്ട്. നമുക്ക് തീരുമാനിക്കാം നമ്മുടെ സമയം. ഒരു ബോസോ കാര്യങ്ങളും ഇല്ല. അതിനുവേണ്ടി കണക്ട് ചെയ്യാം. ഗുഡ് ഹെൽത്ത്. പണം വേണ്ടാന്ന് പറഞ്ഞ ആൾക്കാരുണ്ടാവുമായിരിക്കാം, പക്ഷെ ആരോഗ്യം വേണ്ടെന്ന് ആരെങ്കിലും പറയൂ? പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ ആരോഗ്യത്തിൽ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്ന ഒരു മേഖല ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യമാണ്. ശരിയല്ലേ? ആരോഗ്യ പ്രശ്നം ഒരു ദിവസം ചെല്ലുന്നതോറും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ആരോഗ്യം നിങ്ങൾക്ക് നേടിയെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്യാം. അതുകൊണ്ട് ലിവ് എ ലെഗസി. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മുടെ തലമുറയ്ക്കും കൈമാറ്റം ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് സെക്യൂരിറ്റിയാണ് തലമുറയ്ക്ക് വേണ്ടി ഇപ്പോൾ ഉള്ള ഒരു ജനറേഷൻ ചെയ്തു വെക്കാൻ പറ്റണം? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കറിയാം എന്തെങ്കിലും സ്വത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ കൈമാറ്റം ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്ന് ആലോചിക്ക്, ഇപ്പൊ ചിലപ്പോ ഒരു 5 സെന്റ് സ്ഥലം ഉണ്ടാവും, ഒരു വീടുണ്ടാവും, 3 മക്കളും ഉണ്ടാവും. അവർക്ക് എന്താ കൊടുക്കണം? ലൈബിലിറ്റി അല്ല കൊടുക്കണം, അസറ്റാ കൊടുക്കണം. പക്ഷെ നമ്മൾ ചെയ്യുന്ന ജോലിയും വരുമാനം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ആ ജോലിയും വരുമാനം അവിടെ നിൽക്കുവാണ്. നമ്മുടെ തലമുറയ്ക്ക് ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ പ്രത്യേകത, ഈ പ്രൊജക്ടിന് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന ഓരോ സമയ എഫേർട്ടും നിങ്ങളുടെ തലമുറയുടെ കൂടെ അസറ്റാണ്. ആ ലെഗസിക്ക് വേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്യാം. അടുത്ത ഏർലി റിട്ടയർമെന്റ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേട്ട സമയത്ത് എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റഡ് ഫാക്ടറാണ് ഏർലി റിട്ടയർമെന്റ്. കാരണം ലൈഫ് ടൈം ചെയ്യേണ്ട.
ഇപ്പൊ ചെയ്യുന്ന ഒരു ജോലിയോട് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കുക. ഒരിക്കലും ജോലിനെ കുറച്ചായിട്ട് പറയണല്ല, എല്ലാ ജോലിയും നല്ല തന്നെയാണ്. എല്ലാ ജോലിക്കും അതിനകത്തുള്ള വാല്യൂ ഉണ്ട്. പക്ഷെ ഒരു ജോലി എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിച്ചു നോക്കുക, എന്നാണ് റിട്ടയർമെന്റ്? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ ജോലി എന്നാണ് റിട്ടയർമെന്റ്? എന്തായിരിക്കും ആ ജോലി തിരിച്ചു തരാൻ പോണ ആൻസർ? ഒന്നുമില്ല. നമുക്ക് എന്ന് വയ്യാണ്ടാണോ അല്ലെ, എന്ന് നമുക്ക് ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാവണോ അന്ന് വരെ ഈ ജോലി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ശരിയല്ലേ? ഒരിക്കലും റിട്ടയർമെന്റ് ഇല്ല. പിന്നെ നമുക്കറിയാം ഗവൺമെന്റ് ജോലി 55-56 വയസ്സൊക്കെ ആകുമ്പോൾ റിട്ടയർ ആവും. പിന്നെ വിചാരിക്കും റിട്ടയർമെന്റ് ആയിട്ട് റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കാന്ന് വിചാരിക്കും. പക്ഷെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കി, ഒരു 20-25 വയസ്സുള്ള ഒരാളുടെ എക്സൈറ്റ്മെന്റ് എനർജി ഒരു 55-56 വയസ്സുള്ള ആൾക്ക് ഉണ്ടാവില്ല. ശരിയല്ലേ? ആരോഗ്യ പ്രശ്നം ഉണ്ടാവാം. കിട്ടുന്ന വരുമാനം എന്തായാലും കിട്ടില്ല. ഇനി മുന്നോട്ട് പോകുമ്പോൾ പെൻഷൻ കിട്ടുമെന്നില്ല, നമുക്ക് അറിയാൻ പാടില്ല. പല ചലഞ്ച് സിറ്റുവേഷൻ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ല ജോലി ഗവൺമെന്റ് ജോലി ആയിട്ടും റിട്ടയർ ആയിട്ടും പിന്നെയും ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുക. യെസ് ഓർണോ? നമ്മുടെ ചുറ്റും നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് റിട്ടയർ ചെയ്ത ആളായിരിക്കാം, പെൻഷൻ പോലും ശരിക്കും നേരാൻ വണ്ണം കിട്ടുന്നില്ല, 4 മാത്രമാണ് പെൻഷൻ കിട്ടുള്ളൂ. ഇപ്പൊ മറ്റെന്തെങ്കിലും ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഏറ്റവും നല്ല ജോലി നമ്മൾ പറയണത് എന്താ? ഗവൺമെന്റ് ജോലി. ഒന്നല്ലെങ്കിൽ മക്കളെ കെട്ടിച്ചുകൊണ്ട് ബാധ്യത ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ വലിയൊരു വീട് വെച്ചിട്ടുണ്ടാവും, അതിന്റെ ബാധ്യത ഒന്നും ഉണ്ടാവില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഓപ്പറേഷൻ പ്രത്യേകത സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു 3-4 വർഷം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിട്ടയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുവേണ്ടി നമുക്ക് കണക്ട് ചെയ്യാം. നല്ല പേഴ്സണായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഈ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്യാം. ഒരു വർഷത്തിൽ 3 വേൾഡ് ടൂർ. യാത്ര ആഗ്രഹിക്കാത്ത ആരുമില്ല. ശരിയല്ലേ? നമുക്ക് പോകാൻ പറ്റും, നമ്മൾ എവിടം വരെ പോകും? ശരിയല്ലേ? ചിലപ്പോൾ കേരളത്തിൽ ഒക്കെ ഒന്ന് പോവായിരിക്കും, കേരളത്തിന് പുറത്ത് പോവായിരിക്കും. ഇന്ത്യക്ക് പുറത്ത് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല. പോസിബിൾ ആണ്. ഇന്ത്യക്ക് പുറത്ത് പോകുന്ന സാധാരണക്കാർ രണ്ട് കാര്യത്തിനാണ്. ഒന്ന് ജോലിക്ക് വേണ്ടി പോകും, പിന്നെ പഠിക്കാൻ വേണ്ടി ഇപ്പൊ കാനഡ, ജർമ്മനി പോകും. ശരിയല്ലേ? ഇപ്പൊ പോയി അവിടെ അവസരമില്ല. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഒരു വർഷത്തിൽ ഇത് പഠിക്കാനും ജോലിക്കും വേണ്ടി എൻജോയ് ചെയ്യാൻ വേണ്ടി ഒരു വർഷത്തിൽ 3 വേൾഡ് ടൂർ ഉണ്ട്. പാസ്പോർട്ട് മാത്രം മതി. ഒന്ന് ആലോചിച്ച് നോക്കി. അതിനുവേണ്ടി കണക്ട് ചെയ്യാം. ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്യാം. അത് മാത്രമല്ല, സ്വന്തമായിട്ട് ഒരു വീട് നിങ്ങളുടെ സ്വപ്നമാണെങ്കിൽ അത് നേരിട്ട് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്യാം. സ്വന്തമായിട്ട് ഒരു കാറ് നിങ്ങളുടെ സ്വപ്നമാണെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടി ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് നല്ല കാര്യങ്ങളല്ലേ? ശരിയല്ലേ? ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴും നമ്മളൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു വരുമാനത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോളൂ, നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ശരിയല്ലേ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് 1 ലക്ഷം രൂപ സാലറി ഉണ്ടെങ്കിൽ നമുക്ക് കാറ് വാങ്ങാനും വീട് വയ്ക്കാനൊക്കെ നമ്മൾ ആ സാലറിയിൽ നിന്ന് തന്നെ മാറ്റി വെക്കേണ്ടി വരും. പ്രത്യേകിച്ച് ആരും ഫണ്ട് തരില്ല. പക്ഷെ ഇതെല്ലാം ഒരുമിച്ച് ഒരു കുടക്കീഴിൽ നമുക്ക് നേടിത്തരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയെയാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ കമ്പനിയുടെ പേര് വെസ്റ്റീജ് എന്നാണ്. ഓക്കെ. വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. വെസ്റ്റീജ് കമ്പനി 2004 ജൂൺ 2 സ്റ്റാർട്ട് ചെയ്ത ഒരു ഇന്ത്യൻ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ്. ഇന്ത്യക്ക് പുറത്ത് 10 രാജ്യങ്ങളുണ്ട്. ഓൾ ഓവർ ഇന്ത്യ ഏകദേശം 5000 കൂടുതൽ ബ്രാഞ്ച് ഓഫീസ് ഉണ്ട്. ഇത് മാത്രമല്ല, ലോകത്തിലെ 100 ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി, ഇതുപോലത്തെ 100 കമ്പനി എടുത്തു കഴിഞ്ഞാൽ അതിൽ 38ാമത്തെ സ്ഥാനത്തുള്ള ഇന്ത്യയിലെ ഒരു കമ്പനിയാണ് നമ്മുടെ വെസ്റ്റീജ്. ഓക്കെ. പിക്ചറിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ മാനേജ്മെന്റ്. സെൻട്രലിരിക്കുന്ന മിസ്റ്റർ ഗൗതം ബാലി. ഏകദേശം 40 വർഷത്തെ ഈ ഒരു കോർപ്പറേറ്റ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഒരാൾ IT ഫീൽഡും ഒരാൾ മാർക്കറ്റിംഗ് ഫീൽഡും. ഇവര് 3 പേര് ചേർന്നിട്ടാണ് ഈ ബിസിനസിനെ റൺ ചെയ്യിക്കുന്നത്. ഓക്കെ. ഏകദേശം 3100 കോടി ടേൺ ഓവറുള്ള ഇന്ത്യയിലെ ഒരേ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ് നമ്മുടെ വെസ്റ്റീജ്. ഓക്കെ. ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ അവാർഡ്സും റെക്കഗ്നേഷനും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുള്ള കമ്പനിയാണ്. ഇന്ത്യസ് ബെസ്റ്റ് കമ്പനി ഓഫ് ദി ഇയർ 2017 കിട്ടിയിട്ടുണ്ട്. അതുപോലെ ബെസ്റ്റ് ന്യൂട്രസ്യൂട്ടിക്കൽ കമ്പനി ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഗ്ലോബൽ ഞാൻ പറഞ്ഞു 100 ലിസ്റ്റിൽ 38 റാങ്ക് ആണ്. ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് എന്നാണ് അവിടെ ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയ എന്നുള്ള രീതിയിലുള്ള അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നാഷണൽ ബെസ്റ്റ് എംപ്ലോയി ബ്രാൻഡ് അവാർഡ് നമുക്ക് വെസ്റ്റീജ് കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ റീസെന്റ് നമുക്കൊരു അവാർഡും കൂടെ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. നമ്മുടെ വെസ്റ്റീജ് കമ്പനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. സ്വന്തമായിട്ട് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ്. ഓക്കെ. ഏകദേശം ഒരു 16 കാറ്റഗറിയിലായിട്ട് 450ഓളം ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ വെസ്റ്റീജ് കമ്പനി സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ. ഇപ്പൊ ഞാൻ ആ പ്രൊഡക്റ്റ് കാറ്റഗറിയിലേക്ക് ഒന്ന് പോവാം. ഫസ്റ്റ് കാറ്റഗറി ആണ് ഹെൽത്ത് കെയർ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഗുഡ് ഹെൽത്ത് അല്ലെ, നല്ല ആരോഗ്യം. പൈസ പോയി കഴിഞ്ഞാൽ നമുക്ക് പൈസ ഉണ്ടാക്കാം, പക്ഷെ ആരോഗ്യം പോയി കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് ആ പഴയ ആരോഗ്യത്തിലേക്ക് വരാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നോക്കുമ്പോൾ നല്ല ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് ഇഷ്ടംമാതിരി പണം കൊണ്ട് കാര്യമുണ്ട്, നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പൊ ഇത് കൂടെ സമ്പത്തും കിട്ടും ആരോഗ്യം കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഏതൊരു മനുഷ്യനോട് ചോദിച്ചു കഴിഞ്ഞാലും അവർക്ക് രണ്ട് പ്രശ്നങ്ങളും ഉള്ളൂ. ഒന്ന് സാമ്പത്തിക പ്രശ്നമാണ്, രണ്ട് ആരോഗ്യ പ്രശ്നമാണ്. അപ്പൊ അത് രണ്ടിനും കൂടെ ഉള്ള സൊല്യൂഷനാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഓക്കെ. ഹെൽത്ത് കെയർ. ഇത് ഈ ബോട്ടിലൊക്കെ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കണ്ടാവും ഇത് ഈ ഗുളികയാണോ എന്നുള്ളത്. ഒരിക്കലും ചിന്തിക്കേണ്ട. ഇത് മെഡിസിൻ അല്ല, ഇത് ഫുഡ് സപ്ലിമെന്റ് ആണ്. ഫുഡിലൂടെ കിട്ടാത്ത പ്രോട്ടീനും മിനറൽസും നമുക്ക് സപ്ലിമെന്റ് ആയിട്ട് തന്നെയാണ്. ഓക്കെ. മെഡിസിൻസ് അല്ല. നമുക്കറിയാം പണ്ടൊക്കെ ഏറ്റവും കൂടുതലുള്ളത് രോഗങ്ങൾ പകർച്ചവ്യാധി രോഗങ്ങളായിരുന്നു. ഒരു പരിധി വരെ മരുന്നും കൊണ്ടൊക്കെ അത് പിടിച്ചു നിർത്താൻ പറ്റിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കുക, ഇപ്പോൾ ഉള്ള രോഗങ്ങളാണ്, ഇപ്പോൾ ഉള്ള അസുഖങ്ങളാണ്, ഇപ്പോഴത്തെ അസുഖങ്ങളുടെ പ്രത്യേകത ജീവിതശൈലി രോഗങ്ങളാണ് ഏറ്റവും കൂടുതൽ. ശരിയല്ലേ? ജീവിതശൈലി രോഗത്തിന് ഈ പറഞ്ഞ പോലെ വന്നാ മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മാറില്ല. അപ്പൊ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇത് വന്നിട്ട് ആരെങ്കിലും മാറി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. കുറവുണ്ട്, ഗുളിക കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൺട്രോൾ ആണ്, ആ രീതിക്ക് അങ്ങ് പറയാറ്.
ഇതിനൊന്നും മരുന്ന് പോലും കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പൊ ഷുഗറിന് മരുന്ന് കഴിക്കുന്നുണ്ട്, പക്ഷെ ഒരു സൊല്യൂഷൻ അല്ല അത്. അത് കഴിച്ച് പോകണം, നമുക്കറിയാം എങ്ങോട്ടാണ്, ഇൻസുലിനിലേക്കാണ് പോണേ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത് പ്രധാനപ്പെട്ട് ചിന്തിക്കേണ്ട കാര്യം, ഇത് ആരോഗ്യം മോശമാകുമ്പോഴല്ല, നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുമ്പോഴാണ് നമ്മൾ കഴിക്കേണ്ടത്. പക്ഷെ ആരോഗ്യ പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യണേ, ആരോഗ്യത്തെ ചിന്തിക്കണം. നമുക്കറിയാം ഈ ജീവിതശൈലി രോഗങ്ങൾ ഇന്നെല്ലാം തന്നെ പ്രായഭേദം തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം ജനിക്കുന്ന കൊച്ചിന് ഷുഗർ ഉണ്ട്, ജനിക്കുന്ന കൊച്ചിന് ക്യാൻസർ ഉണ്ട്. ഇതെല്ലാം ലൈഫ് സ്റ്റൈലും കൊണ്ട് തന്നെയാണ്, ശരിയല്ലേ? നമുക്കറിയാം പണ്ടുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാനായിരുന്നത്. പക്ഷെ ഇന്ന് നമ്മളിപ്പോ ഇന്ന് നൈറ്റ് നമ്മൾ ഡിന്നർ, ഈ ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകണം. ആ ഡിന്നർ കഴിക്കുമ്പോൾ അതിൽ പ്രോട്ടീൻ്റെോ വിറ്റാമിൻ്റെോ നമ്മൾ നോക്കാറുണ്ടോ? നല്ല കറി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, നന്നായിട്ട് ഭക്ഷണം കഴിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കറിയാം പണ്ടുള്ള ആൾക്കാർ പട്ടിണി കിടന്നിട്ട് മരിക്കണമെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്ന ഭക്ഷണം കഴിച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നല്ല ആരോഗ്യം വേണ്ടി നമ്മൾ ഭക്ഷണം എത്രത്തോളം പ്രാധാന്യത്തോടു കൂടി കഴിക്കണോ, അതുപോലെ തന്നെ കഴിക്കേണ്ടതാണ് സപ്ലിമെന്റ്സ്. ഒന്നാമത് ഒരു ജോയിന്റ് പെയിൻസ് ആയിട്ട് ബന്ധപ്പെട്ട കാറ്റഗറി. ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാവർക്കും മുട്ടുവേദന, തേയ്മാനൊക്കെ ഉണ്ടാവും, ശരിയല്ലേ? ആ മുട്ടിലെ ഫ്ലൂയിഡ് ഒക്കെ പൊട്ടിപ്പോയി കഴിയുമ്പോഴാണ് എല്ലുകൾ തമ്മിൽ ഒരു തേയ്മാനം ഉണ്ടാവണേ. ആ ഫ്ലൂയിഡിനെ റീക്രിയേറ്റ് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് ആണ് ഞണ്ടിന്റെ എക്സ്ട്രാക്ട്. കടലുള്ള ഞണ്ടുണ്ട്, എന്റെ മജ്ജയിൽ എസൻസ് ആണ്, ബെസ്റ്റ് സെല്ലർ പ്രൊഡക്റ്റ് ആണ് വെസ്റ്റ്. ഗ്ലൈസിമിക് ആയിട്ടുള്ള ഷുഗർ സംബന്ധം കൺട്രോൾ ചെയ്യാൻ ആര്യപ്പിന്റെ എസൻസ് ആണ്, നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനും ഒക്കെ ആയിട്ട് ഏറ്റവും ബെറ്റർ. ഷുഗർ ലെവലൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ആര്യപ്പിന്റെ എല്ലാം നമുക്ക് എന്നും ഓരോ പച്ചയില ഇങ്ങനെ അരച്ചുരുട്ടി കഴിക്കുന്നതല്ല, പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റില്ല, കയ്പാണ്. അതിന്റെ സെയിം എക്സ്ട്രാക്ട് ആണ്. ഇമ്മ്യൂണിറ്റി, ഈ കോവിഡ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ട വാക്കാണ് ഇമ്മ്യൂണിറ്റി, ശരിയല്ലേ? കോവിഡ് വന്നിട്ടല്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെടാൻ കാരണം. ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെടാൻ കാരണം കോവിഡ് വന്നിട്ട് ഇമ്മ്യൂണിറ്റി, പ്രതിരോധശേഷി ഇല്ലാത്തവരാണ്. ആ കോവിഡ് വന്ന സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി, സിങ്ക് എന്നൊക്കെ പഠിച്ചത്, ശരിയല്ലേ? പുളിയുള്ള എല്ലാത്തിലും വൈറ്റമിൻ സി ഉണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി ഉള്ള നെല്ലിക്കയിലാണ്. എന്നും ഓരോ നാടൻ നെല്ലിക്ക കഴിച്ചാൽ അതിന്റെ സെയിം എക്സ്ട്രാ ആണ് അമ്ല, അലോവേര, കറ്റാവാഴ എസൻസ് ആണ്, സ്പൈലിന, കംപ്ലീറ്റ് ഫുഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു കടൽ പായലിന്റെ എസൻസ് ആണ്. ഇപ്പൊ നാസയിൽ പോണ ഗവേഷകർക്കൊന്നും ഫുഡ് ഉണ്ടാവാൻ പറ്റില്ല, അതിന് പകരം കൊണ്ടുപോകണ സ്പൈലിന, ബെസ്റ്റ് ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കാറ്റഗറിയാണ്. ബെസ്റ്റ് ഇൻ പ്രൈം കാറ്റഗറി ഉണ്ട്. ഇത് കൂടാതെ ശരീരത്തിലെ വിഷാംശത്തെ ക്ലീൻ ചെയ്യാൻ പറ്റിയ കാറ്റഗറി ഉണ്ട്. ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് കുറുക്കുമിൻ, നാടൻ മഞ്ഞളുടെ എസൻസ് ആണ്. ഒന്ന് ആലോചിക്കുക, നമ്മൾ കറിയിൽ മഞ്ഞപ്പൊടി ഇടുന്നതാണ് എന്തിനാണെന്ന് വെച്ചാൽ ടോക്സിൻ റിമൂവ് ചെയ്യാൻ, അണുക്കളൊക്കെ വിഷാംശമൊക്കെ ഇല്ലാണ്ടാവാനാണ്. അതിന്റെ സെയിം എക്സ്ട്രാക്ട് ആണ്. അതുപോലെ ഫിറ്റ്നസ് ആൻഡ് ഡയറ്റ്, പ്രോട്ടീൻ പൗഡർ, ഇത് ജിമ്മി പൗഡർ കഴിക്കാനല്ല, കടയിൽ നമുക്ക് ഈ സോയാബീൻ കിട്ടും. സോയാ മിൽക്കിന്റെ എസൻസ് ആണ്. നമ്മൾ എത്ര കിലോ ഉണ്ടോ അത്രയും ഗ്രാം പ്രോട്ടീൻ ഡെയിലി വേണം എന്ന് പറഞ്ഞാൽ, 50 കിലോ ഉണ്ട്, 50 ഗ്രാം പ്രോട്ടീൻ ഡെയിലി വേണം. പക്ഷെ പറഞ്ഞ പോലെ തന്നെ ഫുഡിൽ കൂടെ ഒന്നും കിട്ടാറില്ല, അത് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാം. വെസ്ലിം, വണ്ണം കുറയാനായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ പൈസ ചെലവാക്കുന്ന ആ ഒരു മേഖലയ്ക്കാണ്, ശരിയല്ലേ? വണ്ണം, നാടൻ കൊടംപുളിയുടെ എസൻസ് ആണ്, ബെസ്റ്റ് റിസൾട്ട് പ്രൊഡക്റ്റ് ആണ്. വുമൺ ഹെൽത്ത് കാറ്റഗറി ഉണ്ട്, ശതാവരി കിഴങ്ങിന്റെ എക്സ്ട്രാക്ട് ഉണ്ട്, അയൺ ഫോളിക് ഉണ്ട്, പച്ച ചീരയുടെ സെൻസ് ആണ് കാറ്റഗറി ഉണ്ട്. പ്രോ ഹാർട്ട്, ഹാർട്ടുമായിട്ട് റിലേറ്റഡ് ആണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ആവുന്ന ഹാർട്ടുമായിട്ട് റിലേറ്റഡ് ആണ്, ശരിയല്ലേ? നമുക്കറിയാം ഹാർട്ട് അറ്റാക്ക്, ബ്ലോക്ക്. ഇപ്പൊ നമുക്കൊരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഹോസ്പിറ്റലുകാർ വേറെ ബ്ലോക്ക് പണിയും, ശരിയല്ലേ? അപ്പൊ അങ്ങോട്ട് ലക്ഷങ്ങൾ ചിലവാകും. ഹാർട്ടുമായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു ചെയ്താലും മൊത്തം മെഡിസിൻ കഴിക്കേണ്ടി വരും, നമ്മുടെ ബോഡി വീക്ക് ആവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു ചണവിത്തിന്റെ എസൻസ് ആണ്, ചണവിത്തിന്റെ ഫ്ലാക്സീഡ് ഓയിൽ, നമ്മുടെ കൊളസ്ട്രോളിനെ ലയിപ്പിച്ച് ബ്ലഡിലെ പമ്പിങ് സ്മൂത്ത് ആക്കാനുള്ള പ്രൊഡക്റ്റ് ആണ്. ഫ്രണ്ട്സ്, മനസ്സിലാക്കേണ്ട കാര്യം ഇതൊന്നും ദയവ് ഇത് വന്നിട്ട് കഴിക്കാനല്ല, വന്നിട്ട് കഴിക്കുന്ന മെഡിസിൻ ആണ്. അസുഖം വന്നു കഴിഞ്ഞാൽ ആശുപത്രി പോകണം, ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഈ ലോകത്ത് നമുക്ക് എവിടെയും ബാർഗെയിൻ ചെയ്യാം, പക്ഷെ ഈ ലോകത്ത് ബാർഗെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലം ഹോസ്പിറ്റലാണ്. ഒരാൾ പോലും ഹോസ്പിറ്റലിലേക്ക് സന്തോഷിച്ചു പോകണം ഞാൻ കണ്ടിട്ടില്ല. അങ്ങോട്ടുള്ള പോക്ക് മാക്സിമം ഒഴിവാക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, തുടങ്ങിയിട്ട് പൂട്ടി പോകാത്ത ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഹോസ്പിറ്റലിലാണ്. അങ്ങോട്ടുള്ള പോക്ക് മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ആരോഗ്യ പ്രശ്നം ഈ പറഞ്ഞ പോലെ ഇല്ലെങ്കിലും നമ്മൾ നല്ല എനർജി ആരോഗ്യത്തിലൂടെ ആണെങ്കിലും നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ട സപ്ലിമെന്റ്സ് ആണ്. നിങ്ങൾ ആരാണ് ഇങ്ങോട്ട് കണക്ട് ചെയ്ത് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇത് കൂടാതെ ആയുഷന്റെ ആയുർവേദ കാറ്റഗറി ആയിട്ടുള്ള ഈ പറയുന്ന നമ്മളുടെ മൾട്ടി ഹെർബായിട്ടുള്ള ഇപ്പൊ ദശമൂലാരിഷ് എന്നൊക്കെ പറയുമ്പോൾ കൂട്ടുകൾ ചേർന്നിട്ടുള്ള കിഡ്നി ഹെൽത്ത്, ലിവർ ഹെൽത്ത് ആയിട്ടുള്ള ഒരുപാട് കാറ്റഗറി പ്രോഡക്റ്റ് ഉണ്ട്. ഇപ്പൊ കിഡ്നി ലിവർ ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം, ശരിയല്ല? ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മുടെ വാട്സാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ, സ്റ്റാറ്റസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ, ഗ്രൂപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ, ഫേസ്ബുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ, ഒരു ഗൂഗിൾ പേ നമ്പറും കൊടുത്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക, അല്ലെ? ഇപ്പൊ ഈ പറഞ്ഞ പോലെ കിഡ്നി പ്രോബ്ലം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലിവർ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ സ്റ്റാറ്റസ് ഇട്ട് ലക്ഷങ്ങൾ ചെലവാകും, ഒരുപാട് കാര്യങ്ങൾ സ്റ്റാറ്റസ് നമ്മൾ കാണാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഇതൊക്കെ പ്രായഭേദം തന്നെയാണ്. അപ്പൊ അതിലേക്കൊന്നും എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാറ്റഗറി പ്രൊഡക്റ്റ് ഒക്കെ. ഓക്കെ, അതിന് അത്രയും പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, ഹെൽത്ത് ഫുഡ്, കാപ്പിപ്പൊടി, ചായപ്പൊടി, എണ്ണ, അതേ പിള്ളേർക്ക് കൊടുക്കുന്ന പ്രോട്ടീൻ പൗഡർ, തവിടെണ്ണ, തവിടെണ്ണയാണ്, കൊളസ്ട്രോൾ ഫ്രീ ആണ്. വെളിച്ചെണ്ണ നല്ലതാണ്, പക്ഷെ വെളിച്ചെണ്ണ 100 ഡിഗ്രി തിളച്ചും കരിഞ്ഞു പോകും, റീയൂസ് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് 240 ഡിഗ്രി വരെ തിളന്നതിലുകൊണ്ട് റീയൂസ് ഉപയോഗിക്കാം, കൊളസ്ട്രോൾ ഫ്രീ ആണ്, ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. സപ്ലിങ്ങൽ സ്പ്രേ, നമ്മുടെ വൈറ്റമിൻസ് കുറവ് നിർത്താൻ വേണ്ടി ഏറ്റവും കാറ്റഗറി ആണ് വൈറ്റമിൻ സി. അതല്ല വിറ്റാമിൻ B12, ഒരുപാട് കാറ്റഗറി ഉണ്ട്. നാവിന്റെ സ്പ്രേ ആണ്. മൂന്നാലായിട്ട് ഇപ്പൊ പേസ്റ്റ്, മൗത്ത് വാഷ്, ബ്രഷ്, ആ ഒരു കാറ്റഗറി പ്രൊഡക്റ്റ് ഉണ്ട്. ഇത് കൂടാതെ തന്നെ പേഴ്സണൽ കെയർ ആയിട്ടുള്ള ഓൾ പ്രൊഡക്റ്റ് ഉണ്ട്. മൂന്നാലായിട്ട് ഇപ്പൊ സോപ്പ്, പെർഫ്യൂം, ഹാൻഡ് വാഷ്, ബോഡി ലോഷൻ, ഹെയർ ഓയിൽ, ഷാമ്പു, ഹെയർ സ്പാ, ഹെയർ കണ്ടീഷണർ,
കണ്ടീഷണർ, ഒരുപാട് കാറ്റഗറി പ്രോഡക്റ്റ് ഉണ്ട്. ഇത് കൂടാതെ തന്നെ നാച്ചുറൽ പേസ്റ്റൽ കെയർ ആയിട്ടുള്ള സൺസ്ക്രീന്, നാച്ചുറൽ എസൻസ് ആണ്, അതായത് പപ്പായുടെ എസൻസ്, സ്ക്രബ്, പീൽ ഓഫ് മാസ്ക്, ഡേ ക്രീം കാറ്റഗറി പ്രോഡക്റ്റ് ഉണ്ട്. വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ, കാർബൺ ബൈക്കിന്റെ, ഇത് ഫുൾ ഓയിൽ അല്ല, നമ്മുടെ വണ്ടിയുടെ പൊല്യൂഷൻ കുറയാനും മൈലേജ് കൂടാനും എഞ്ചിന്റെ കവറേജിനൊക്കെ വേണ്ടിയിട്ട് മാക് ഡ്രൈവ് നാനോ എനർജൈസർ എന്ന പേരിൽ 2 വീലർ 4 വീലർ യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് റിസൾട്ട് പ്രോഡക്റ്റ് ഉണ്ട്. ഹൈ വെസ്റ്റ്, നമ്മുടെ വീട്ടിൽ ക്ലീനിങ്ങിനുള്ള ഡേ ടു ഡേ, ഇപ്പൊ തുണി അലക്കുന്ന പാത്രങ്ങളുടെ ഡേ ടു ഡേ ആയിട്ടുള്ള ക്ലീനിങ്ങിനുള്ള ഓൾ റേഞ്ച് ഐറ്റംസ് ഉണ്ട്. ഇത് കൂടാതെ തന്നെ കോസ്മെറ്റിക് റേഞ്ച് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ആളുകൾ പൈസ ചെലവാക്കുന്ന ഒരു മേഖല ആരോഗ്യമാണെങ്കിൽ രണ്ട് സൗന്ദര്യമാണ്, ശരിയല്ല? അത് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കോസ്മെറ്റിക് റേഞ്ച് ഒരുപാട് കാറ്റഗറി ആയിട്ടുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളും നമുക്കിവിടെ ഉണ്ട്. ഇത് കൂടാതെ തന്നെ അഗ്രികൾച്ചർ, കൃഷിക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം ഇന്ന് നമ്മളെല്ലാം പച്ചക്കറിയും നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം, ശരിയല്ല? ഏറ്റവും കൂടുതൽ വിഷാംശമുള്ള പച്ചക്കറി തന്നെയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു 10 ഗ്രോ ബാഗ് വാങ്ങിച്ചാൽ തന്നെ നമുക്ക് തന്നെ അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ നമുക്ക് ഈ പറഞ്ഞ പോലെ പച്ചക്കറി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാറ്റഗറി അഗ്രികൾച്ചർ, നാച്ചുറൽ ആയിട്ടുള്ള മണ്ണിനോ മനുഷ്യർ ഒരു ദോഷമില്ലാത്ത രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള അഗ്രികൾച്ചർ റേഞ്ച് പ്രോഡക്റ്റ് ഉണ്ട്. ഇത് കൂടാതെ ഷാർപ്പ് കമ്പനി, ഷാർപ്പ് ജപ്പാൻ കമ്പനിയാണ്. നമുക്കറിയാം ലോകത്ത് ആദ്യമായിട്ട് ഒരു എഴുതുന്ന പെൻസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പനി ഷാർപ്പാണ്. നമ്മുടെ കമ്പനി ടേൺ ഓവർ കണ്ടിട്ട് നമ്മളിലേക്ക് അസോസിയേറ്റ് ചെയ്ത കമ്പനിയാണ് ഷാർപ്പ്. അതിന്റെ വാട്ടർ പ്യൂരിഫയർ കാറ്റഗറി പ്രോഡക്റ്റ് ഉണ്ട്. ഓക്കെ, ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഈ പ്രൊഡക്റ്റ് എല്ലാം നമുക്ക് വെസ്റ്റിന്റെ ഓൺ മാനുഫാക്ചറിംഗ് ആണ്, ടൈപ്പ് ചെയ്ത കമ്പനിയാണ് ഷാർപ്പ്. ഓക്കെ, ഇത്രയാണ് പ്രൊഡക്റ്റ് കാറ്റഗറി ഉള്ളത്. ഇപ്പൊ ഒരു പുതിയൊരാളെ സംബന്ധിച്ച്, ഫസ്റ്റ് ടൈം ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടാവുന്ന കാര്യം, ഇത്രയൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഇത്രയൊക്കെ വലിയ കമ്പനിയാണെന്ന് പറഞ്ഞിട്ടും ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ലോ എന്നുള്ളതായിരിക്കും. ന്യായമായിട്ടുള്ള ചോദ്യമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ വെസ്റ്റീജ്, നമ്മുടെ കമ്പനിയുടെ വിതരണ രീതിയിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനു മുമ്പ് പറയാണ്ട് പോയത്. ഇപ്പോൾ ഉള്ള ബിസിനസിനെ പറഞ്ഞ പേര് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്നാണ്. ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മളെ കണ്ട് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള ബിസിനസ് മോഡലാണ്. സ്ലൈഡിൽ കാണിച്ചിരിക്കും പോലെ ബേസിക്കലി നമ്മളെല്ലാവരും ഒരു കൺസ്യൂമർ ആണ്. എക്സാമ്പിൾ, നമ്മളൊരു 100 കൊടുത്തിട്ട് ഒരു കോൾഗേറ്റിന്റെ പേസ്റ്റ്, എക്സാമ്പിൾ ആണ്, 100 കൊടുത്തിട്ട് കോൾഗേറ്റിന്റെ പേസ്റ്റ് നമ്മളെ തൊട്ടടുത്ത കടയിൽ നിന്ന് നമ്മൾ വാങ്ങാൻ വരും. ശരിയാ, കോൾഗേറ്റിന്റെ കമ്പനിക്ക് ലാഭടക്കം ഉത്പാദിപ്പിക്കാൻ വെറും 40 രൂപ മതി. പക്ഷെ നമ്മൾ തൊട്ടടുത്ത ഷോപ്പിൽ നിന്ന് എത്ര രൂപയ്ക്ക് വാങ്ങണേ? റീറ്റെയിലിൽ നിന്ന് 100 കൊടുത്തിട്ട്. നമുക്കറിയാം ഒരുപാട് ഇടനിലക്കാർ വഴി കൈമാറി വന്നെ, ശരിയല്ലേ? നമ്മൾ ഒരിക്കലും രാവിലെ പേസ്റ്റ് ചെയ്തൊന്നും പോയിട്ട് കോൾഗേറ്റിന്റെ ഹെഡ് ഓഫീസിൽ പോയി മറ്റും ആരും വാങ്ങാറില്ല, തൊട്ടടുത്ത റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് വാങ്ങാറ്, ശരിയല്ലേ? അവർക്ക് അതൊക്കെ കൊടുക്കുന്ന ഹോൾസെയിലുണ്ട്, സ്റ്റോക്കേഴ്സ് ഉണ്ട്, നമുക്കറിയാം മറ്റവർക്ക് വഴി കൈമാറി വന്നെ. ഒരിക്കലും കടയിൽ ചെന്നിട്ട് സോപ്പായിട്ട് പേസ്റ്റ് ആട്ടെ നമ്മൾ പറയാറില്ല. ഒരു കടയിൽ ചെന്നിട്ട് ഒരു പേസ്റ്റ് ആട്ടെ എന്ന് പറഞ്ഞാലും ആ കടക്കാരൻ ചോദിക്കും, ആ കോൾഗേറ്റ് ആണോ ക്ലോസപ്പ് ആണോ എന്ന് ചോദിക്കും, ശരിയല്ലേ? പേര് പറഞ്ഞിട്ടാണ് ഓരോ ഉൽപ്പന്നങ്ങളും നമ്മൾ വീട്ടിലേക്ക് വാങ്ങാറ്. ഒരു മൊബൈൽ വാങ്ങാൻ വേണ്ടി നിങ്ങൾ മൊബൈലിൽ ചെന്നു, ഒരു മൊബൈൽ തരാൻ പറഞ്ഞാൽ കടക്കാരൻ തരില്ല, നിങ്ങൾക്ക് ഓപ്പോ വേണോ വിവോ ആണോ എന്ന് ചോദിക്കും. ആ പേര് നമുക്ക് കിട്ടിയത് പരസ്യം വേണ്ടിയിട്ടാണ്. ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഉണ്ടെന്ന് ജനങ്ങൾ അറിയണ പരസ്യം വേണ്ടിയിട്ടാണ്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, എന്ത് ഉൽപ്പന്നം നമ്മൾ 100 കൊടുത്ത് വാങ്ങുമ്പോൾ ഏതൊരു കമ്പനിക്ക് ഉൽപ്പാദിപ്പിക്കാൻ 40 രൂപ മതി. പക്ഷെ 60% പൈസ, നമ്മൾ അധ്വാനിക്കുന്ന 60% പൈസ അറിഞ്ഞോ അറിയാതെ ഇടനിലക്കാർക്കും പരസ്യത്തിനും വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. ഓരോ ഉൽപ്പന്നങ്ങളും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഈ നെറ്റ്വർക്ക് വഴിയിട്ടാണ് നമ്മളിലേക്ക് ഉൽപ്പന്നം തന്നെ. എന്നാൽ നമ്മുടെ വെസ്റ്റീജ് കമ്പനിയുടെ പ്രത്യേകത, നമ്മുടെ കമ്പനിക്ക് ഇവിടെ ഇടനിലക്കാരില്ല. ഞാൻ ആദ്യം പറഞ്ഞ റീറ്റെയിൽ, ഹോൾസെയിൽ ഒന്നും ഇവിടെ ഇല്ല. അതുപോലെ തന്നെ പരസ്യവും ഇല്ല. ആ ഇടനിലക്കാരും പരസ്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിനും പറയാണ്ട് പോയത്. പരസ്യം ഉണ്ടെങ്കിൽ പണ്ടേ നമ്മൾ അറിഞ്ഞേനല്ലോ. അപ്പൊ ഇടനിലക്കാർക്കും പരസ്യത്തിനും കൊടുക്കുന്ന ആ 60% പൈസ ഇവിടെ വെസ്റ്റീജ് കമ്പനി നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. ഇതിനെ പറയുന്ന പേരാണ് ഡയറക്റ്റ് സെല്ലിംഗ്, അതായത് കമ്പനി ടു കസ്റ്റമർ. ഇടനിലക്കാരും ഇല്ല, പരസ്യവും ഇല്ല. ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 60%, ഇവിടെയാണ് ഒരു തിരിച്ചറിവ് ഉണ്ടാവേണ്ടത്. ഈ 60% പൈസ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെറിയ വരുമാനമല്ല. ഒരു റീറ്റെയിലും പോട്ടെ, ഹോൾസെയിലും പോട്ടെ, അതിന് മുകളിലൂടെ എല്ലാവരും ലക്ഷറി ലൈഫ് ജീവിക്കുന്ന ആൾക്കാരാണ്. ചിന്തിച്ചാൽ മതി, കടയിൽ നിന്ന് സോപ്പും മേടിച്ചും വാങ്ങുമ്പോൾ ആരൊക്കെ വീട് വെക്കണോ, ആരൊക്കെ കാർ വാങ്ങണോ ചെയ്യുന്നുണ്ട്. ഒരു കമ്പനി ഒരു പരസ്യത്തിന് കൊടുക്കുന്ന കോടികളാണ്, ശരിയല്ലേ? ഇന്നിപ്പോ സച്ചിനും വിരാട് കോഹ്ലിയൊക്കെ ക്രിക്കറ്റ് കളിച്ചുണ്ടാക്കാനേക്കാൾ കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന പരസ്യത്തിലെ മേടിച്ചിട്ടാ, ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക, ആരുടെ പൈസയാണ്? നമ്മുടെ ഓരോരുത്തരും പൈസ. ഒരു ചാനലിന്റെ പ്രോഫിറ്റ് എന്താണ്? പരസ്യമാണ്. അപ്പൊ ഹ്യൂജ് വരുമാനമാണ്, ചെറിയൊരു വരുമാനമല്ല. ആ വരുമാനം ഈ വെസ്റ്റീജ് കമ്പനി നമ്മളിലേക്ക് തിരിച്ചു വരും. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ സിമ്പിൾ ആണ്, വേറൊന്നും ചെയ്യാനില്ല. ചേഞ്ച് യുവർ ഷോപ്പ് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. നമ്മുടെ ഷോപ്പ് ഒന്ന് മാറാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു ഡിവൈൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ വരുമാനം. ഇടനിലക്കാർക്കും പരസ്യം കൊടുക്കുന്ന ഞാൻ ആദ്യം പറഞ്ഞ 60% പൈസ ഒരു വരുമാനമായിട്ടല്ല, 9 ടൈപ്പ് വരുമാനം, 9 വേസ് ഓഫ് ഇൻകം ആയിട്ട് 9 ടൈപ്പ് വരുമാനങ്ങളായിട്ടാണ് കസ്റ്റമറായ നമ്മളിലേക്ക് തിരിച്ചു തന്നെ. ഓക്കെ, ഇനി പറയാൻ പോണ ഒരു 10 മിനിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഒന്നാമത്തെ വരുമാനം സേവിങ് ഓൺ കൺസപ്ഷൻ, 10 മുതൽ 20% വരെ. എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു കസ്റ്റമറായിട്ട് നല്ല ബെനിഫിറ്റ്. നമുക്കറിയാം, നമ്മളിപ്പോ ഈ വലിയ വലിയ സൂപ്പർ മാർക്കറ്റിൽ, ഇപ്പൊ റിലയൻസോ അല്ലെങ്കിൽ വലിയ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഫോം ഫില്ല് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് കാർഡ് കിട്ടും. ഡിസ്കൗണ്ടിൽ നിങ്ങളുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും വോട്ടർ ഐ ഡിയോ ആധാർ, ലൈസൻസ്, പാസ്പോർട്ടോ നമ്മുടെ വാലിഡേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൂഫ് ഒന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ആ ഒരു ഡിസ്കൗണ്ട് കാർഡിന് പകരം നമുക്കൊരു 8 അക്കമുള്ള ഡിജിറ്റൽ ID നമ്പർ നമുക്ക് വെസ്റ്റീജ് കമ്പനി ഫ്രീ ആയിട്ട് തരും. കാർഡിന് പകരം ID നമ്പർ. ഓക്കെ,
ആ ID നമ്പർ വെച്ചിട്ട് ഇപ്പം നമ്മൾ വാങ്ങുന്ന കട ഏത് ഷോപ്പാണോ ആ ഷോപ്പ് ഒന്ന് മാറി നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ നമ്മൾ വെസ്റ്റേജിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് തന്നെ എല്ലാം 10 മുതൽ 20% വരെ ഡിസ്കൗണ്ട് കിട്ടും MRPയിൽ നിന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ നമ്മൾ കട മാറി വാങ്ങിച്ചാലും കമ്പനി മാറി വാങ്ങിച്ചാലും MRP കൊടുത്തൊരു സാധനങ്ങൾ വാങ്ങണം, ആരും ഡിസ്കൗണ്ട് ഓഫറും തരാറില്ല. പക്ഷെ ഇവിടെ ഒന്നാമത്തെ തന്നെ ബെനിഫിറ്റ് ആണ്, എല്ലാം 10 to 20% ഡിസ്കൗണ്ടിൽ നമുക്ക് ലൈഫ് ടൈം നമുക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാം. 2, റീപർച്ചേസിംഗ് ഓഫർ അപ് ടു 10% പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് വരും. നമുക്കറിയാം ഈ ഡെയിലി യൂസിനുള്ള പ്രോഡക്റ്റ് ഇപ്പൊ സോപ്പ്, പേസ്റ്റ്, ചായപ്പൊടി ഇതൊക്കെ തീർന്നു പോകുന്ന സാധനങ്ങളാണ്. തീരുമ്പോൾ നമ്മൾ പിന്നെയും വാങ്ങാറുണ്ട്. പക്ഷെ രണ്ടാമത് വാങ്ങാൻ പോകുമ്പോൾ ആരും നമുക്ക് ഫ്രീ ആയിട്ടൊന്നും നമുക്ക് തരാറില്ല. പക്ഷെ അല്ലേ, ശരിയല്ലേ? പക്ഷെ ഇവിടെ റീപർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന എമൗണ്ടിന്റെ 10% പ്രൊഡക്റ്റ് ഫ്രീ വരും. ഉദാഹരണത്തിന് 3000 സാധനങ്ങൾ നിങ്ങൾ വീട്ടിലേക്ക് വാങ്ങുകയാണെങ്കിൽ ഒരു 300 പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് തരും. അടുത്താണ് ക്യാഷ് ബാക്ക് ഓഫർ 5 മുതൽ 16% വരെ. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ വർഷങ്ങളായിട്ട് ലക്ഷക്കണക്കിന് സാധനങ്ങൾ നമ്മൾ വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആരും തന്നിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കി. ഇല്ല. പണ്ടൊക്കെ ഈ ഗ്യാസ് എറിക്കുമ്പോൾ സബ്സിഡി എന്ന് പറഞ്ഞാൽ പണ്ട് കയറാറുണ്ട്, ശരിയല്ല? അതുപോലെ തന്നെ ഇവിടുന്ന് എന്ത് ഉൽപ്പന്നം വാങ്ങിച്ചാലും നമ്മുടെ ബാങ്ക് വെരിഫൈ ആക്കുമ്പോൾ നമുക്ക് സോപ്പ് വാങ്ങിച്ചാലും ബേസ് എന്ത് ഉൽപ്പന്നം വാങ്ങിച്ചാലും ഇച്ചിരി ഒരു ക്യാഷ് ബാക്ക് സബ്സിഡി നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. അടുത്താണ് മണി ബാക്ക് ഗ്യാരണ്ടി. നിങ്ങൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരിക, ഒരു കടയിലാണ് എന്ത് ചെയ്യാൻ പറഞ്ഞത്, ഒരു കടയിലും പൊട്ടിച്ച സാധനമാണെങ്കിൽ തിരിച്ചെടുക്കാൻ പറ്റില്ല, കളയാനേ പറ്റുള്ളൂ, ശരിയല്ല? പക്ഷെ ഇവിടെ നമ്മുടെ വെസ്റ്റീൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിച്ച് ഉപയോഗിച്ചു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ ബില്ല് സഹിതം 30 ദിവസത്തിനുള്ളിൽ തിരിച്ചു കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ടാക്സ് കിട്ടി കംപ്ലീറ്റ് പൈസ എന്ത് ചെയ്യും, നമുക്ക് തിരിച്ചു തരും. എന്നൊരു സോപ്പ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ബ്ലേഡിന്റെ രൂപത്താക്കി തിരിച്ചുകൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ല, 30% നമുക്ക് ബാക്കി ഉണ്ടാവണം. ഓക്കെ. അടുത്താണ് കൺസിസ്റ്റൻസി ഓഫർ. നമ്മുടെ വീട്ടിലെ ഒരു 50% ചെലവ് കുറയ്ക്കാവുന്നതും ഈ പിക്ചറിൽ കാണിച്ചിരിക്കും പോലെ ഈ നമ്മുടെ വെസ്റ്റ് ഇന്ത്യ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ 50% വിലക്കുറവിൽ വാങ്ങിച്ചുപയോഗിക്കാൻ പറ്റിയ ഓഫറാണ് കൺസിസ്റ്റൻസി ഓഫർ. നമുക്കറിയാം ഓരോ മാസം ഓരോ വീട്ടില് ഓരോ ചെലവുകളായിരിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ചെലവ് കൂടുതലല്ലാണ്ട് ചെലവ് കുറയണില്ല, ശരിയല്ലേ? സ്ഥിരമായിട്ട് വാങ്ങുന്ന സൂപ്പർ മാർക്കറ്റ് ഷോപ്പൊക്കെ ഉണ്ടാവാം, പക്ഷെ പ്രത്യേകിച്ച് ഒരു ഓണോ വിഷോ ക്രിസ്മസോ ഒന്നും വരുമ്പോൾ ആരും നമുക്കൊന്നും തരാറില്ല, ശരിയല്ലേ? ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇവിടെ നമ്മുടെ ഷോപ്പ് ഒന്ന് മാറി. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മൾ വാങ്ങുന്ന ഷോപ്പ് ഏതാണോ ആ ഷോപ്പ് മാറി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത്, പാക്കേജോ കിറ്റോ ജോയിനിങ്ങോ ഒന്നും അല്ല, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള നമുക്ക് ഇഷ്ടമുള്ള ഒരു 3000 സാധനങ്ങൾ 4 മാസം നമ്മൾ വെസ്റ്റീജിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ 5ാമത്തെ മാസം നമുക്ക് MRP 3000 സാധനങ്ങൾ ഇവിടെ വെസ്റ്റീജ് കമ്പനി ഫ്രീ ആയിട്ട് തരും. ഇത് കമ്പനി തന്നെ പ്രൊഡക്റ്റ് അല്ല. 5ാമത്തെ മാസം ഒരു വൗച്ചർ നമ്പർ ആയിട്ടായിരിക്കും തന്നെ. ആ വൗച്ചർ നമ്പർ നമ്മുടെ വെസ്റ്റ് നിയറസ്റ്റ് ആയിട്ടുള്ള വെസ്റ്റിന്റെ ഓഫീസിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള 3000 സാധനങ്ങൾ നമുക്ക് സെലക്ട് ചെയ്ത് എന്ത് ചെയ്യാം, വാങ്ങിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ വേറെ ഏതോ കടയിൽ കൊടുക്കുന്ന പൈസയ്ക്ക് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നു, ആ കട മാറി വെസ്റ്റിൽ നിന്ന് വാങ്ങുന്നു. 3000 വെച്ച് 4 മാസം നമ്മൾ നമ്മൊന്ന് 12,000 രൂപയാണ് നമ്മുടെ ചെലവ്. ഓൾമോസ്റ്റ് ഒരു 6,000 അടുത്ത് തന്നെ ഫ്രീ പ്രൊഡക്റ്റ് ആയിട്ടും ക്യാഷ് ബാക്ക് ആയിട്ടും നമ്മളിലേക്ക് തിരിച്ചുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ 50% ഡിസ്കൗണ്ട് എന്ന് പറയാൻ കാരണം. അപ്പൊ നമ്മളൊരു ഓഫർ യൂസ് ചെയ്യുമ്പോൾ ഒരു സോപ്പിന് 40 രൂപയാണെങ്കിൽ ഈ ഓഫർ യൂസ് ചെയ്ത് 20 രൂപയാണ് വാല്യൂ ഉള്ളൂ. പിന്നെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഓഫീസ് വാങ്ങുന്ന സെയിം പ്രൊഡക്റ്റ് ആണ് നമുക്ക് 10 രാജ്യങ്ങളിൽ കിട്ടുന്നത്. നമുക്കറിയാം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതൊക്കെ സെക്കൻഡ് ക്വാളിറ്റി ആണ്, പക്ഷെ ഇത് എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി ഉള്ള, നമ്മൾ നിയറസ്റ്റ് പോകുന്ന സെയിം പ്രോഡക്റ്റ് ആണ് സൗദിയിലും കിട്ടുന്നത്, ദുബായിലും കിട്ടുന്നത്. എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ഇന്ത്യൻ കമ്പനി വെസ്റ്റ് ചെയ്യുന്ന ഇന്ത്യൻ പ്രൈസിൽ വാങ്ങിച്ചു ഉപയോഗിക്കാൻ പറ്റും. ചിന്തിക്കുക, ഇത്രയും ഓഫറും ഡിസ്കൗണ്ടും നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും കമ്പനി ഇന്നേ വരെ നമുക്ക് തന്നിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. ഇത്രയാണ് ബേസിക്കലായിട്ട് വെസ്റ്റിന്റെ ഒരു കസ്റ്റമർ ആയിട്ട് നിന്ന് തന്നെ ഇത്രയും ബെനിഫിറ്റ് ഉണ്ട്. ഇതുകൂടാതെ ലക്കി ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി ഒരു വരുമാനത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ഒറ്റയ്ക്കല്ല, കസ്റ്റമർ ആയിട്ടൊക്കെ 2 കാര്യം അറിഞ്ഞാൽ നല്ല സാധനമാണോ ഡിസ്കൗണ്ട് ഉണ്ടോ. കാരണം മലയാളി ആണെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് ചീപ്പ് ആൻഡ് ബെസ്റ്റ് അല്ല, നല്ല സാധനം വേണം, ഡിസ്കൗണ്ടും വേണം, ആ രണ്ടും ഇവിടെ അവൈലബിൾ ആണ്. ബിസിനസ് ആയിട്ട് ചെയ്യുന്ന നേരത്ത് ഒറ്റയ്ക്കല്ല. ഓക്കെ, ഇവിടെ സ്പോൺസർ ആയിട്ട് ഒരാളുണ്ടാവും, നമ്മൾ ആരാണെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരെ നമ്മൾ സ്പോൺസർ ചെയ്യും. നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി കാണിച്ചു തരുന്ന ആളല്ല നമുക്ക് ഉൽപ്പന്നം തന്നെ, നമ്മുടെ പേരിൽ ബില്ലടിച്ച പ്രൊഡക്റ്റ് തന്നെ വെസ്റ്റ് കമ്പനിയാണ്. ഇതെങ്ങനെ ബിസിനസ് ആയിട്ട് ചെയ്യണം നമുക്ക് അറിയില്ല, കാരണം നല്ല നമുക്ക് ബിസിനസ് ചെയ്ത എക്സ്പീരിയൻസ് ഒന്നുമില്ല. അവിടെ ഹെൽപ്പ് ചെയ്യാനാണ് ഒരു വിൻ ടീം എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ, വലിയൊരു ഗ്ലോബൽ ഓർഗനൈസേഷൻ നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ളത്. ഈ 3 പേരെ സഹായത്താലാണ് നമ്മളൊരു ബിസിനസ് ആയിട്ട് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ ആദ്യം പറഞ്ഞ പോലെ മറ്റെന്ത് സംരംഭമാണെങ്കിലും ഒരാളും നമ്മളെ സഹായിക്കാണ്ടാവില്ല, തളർത്താൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ ഇവിടെ നമ്മളെ പഠിപ്പിക്കാനും ഒപ്പം ചേർത്ത് പിടിക്കാനും ഈ 3 പേരുണ്ടെങ്കിൽ, ഈ 3 സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ, ചിന്തിച്ചു നോക്കി നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും ആലോചിച്ച് നോക്കി. ഇപ്പൊ 3 പേരെ സഹായത്താലായിരിക്കും നിങ്ങൾ ഈ ഒരു ബിസിനസ് ചെയ്യണേ. ഓക്കെ, നമുക്കറിയാം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കമ്പനി ഇന്ത്യക്ക് പുറത്തുണ്ടെന്ന് പറഞ്ഞു, 10 രാജ്യങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ രാജ്യത്തെ കറൻസി ഡിഫറൻ്റ് ആണ്, വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വെസ്റ്റ് കമ്പനി കാൽക്കുലേറ്റ് ചെയ്യണ പോയിന്റ് വാല്യൂ എന്ന് പറയും. ശ്രീലി കാണാം, ഒരു പോയിന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 30 രൂപയുടെ പർച്ചേസ്. അപ്പൊ നമ്മളൊരു 30 രൂപയുടെ സോപ്പ് എക്സാമ്പിൾ, 30 രൂപയുടെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ സോപ്പ് നമ്മൾ വെസ്റ്റിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ ഒരു പോയിന്റ് വാല്യൂ നമ്മുടെ പേരിൽ വെസ്റ്റ് ബില്ലടി ചേർന്നുണ്ടാവും. നമ്മുടെ വെസ്റ്റിനെ നമ്മുടെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലൊക്കെ നമുക്ക് വെസ്റ്റിന്റെ ആപ്ലിക്കേഷൻ കിട്ടും. ആ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഐഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മളെ പർച്ചേസ് ചെയ്യുന്ന PV ഒക്കെ നമുക്ക് ഡിജിറ്റലായിട്ട് അറിയാൻ പറ്റും. അതായത് ഒരു PV, ഒരു 30 രൂപ സോപ്പ് വാങ്ങിച്ചാലും 5% ക്യാഷ് ബാക്കിന് അർഹനാണ് നമ്മളെല്ലാവരും. അതാണ് ഞാൻ ആദ്യം സബ്സിഡി കിട്ടുമെന്ന് പറയാൻ കാരണം. ഇത് 600 പോയിന്റ് അയക്കുമ്പോൾ, 600 PV അയക്കുമ്പോൾ, 18,000 ബിസിനസ് അയക്കുമ്പോൾ 8% ക്യാഷ് ബാക്ക് എന്ത് ചെയ്യും, നമ്മളിലേക്ക് തിരിച്ചു തരും. 2,400 PV
72,000 രൂപ ബിസിനസ് ആയി കഴിയുമ്പോൾ 12% ക്യാഷ് ബാക്ക് തിരിച്ചു വരും. ഇത് എന്നാണോ ഒരു 5,500 PV ആവണേ, അതായത് 1,65,000 രൂപ ബിസിനസ് എന്നാണോ ആവണേ, അന്നൊരു 16% ക്യാഷ് ബാക്കും ഇവിടെ വെസ്റ്റ് കമ്പനി നമ്മളിലേക്ക് എന്ത് ചെയ്യും, തിരിച്ചു തരും. ഓക്കെ, ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. ഓക്കെ, ഇതില് 5,500 PV നമുക്ക് കാണാം. 5,500 PV ആകുമ്പോഴാണ് ഈ വെസ്റ്റ് കമ്പനി നമുക്കൊരു ഫസ്റ്റ് ലെവൽ ഓഫ് റെക്കഗ്നേഷൻ തരും. അതിന്റെ പേര് ബ്രോൺസ് ഡയറക്ടർ എന്നാണ്. ഒരു പാർട്ട് ടൈം ആയിട്ട് ചെയ്താൽ പോലും മിനിമം ഒരു മാക്സിമം കൂടി പോയി 2-3 മാസം കൊണ്ട് മിനിമം നമുക്കൊരു 10,000 രൂപ എടുത്ത് വരുമാനം കിട്ടാവുന്ന ഒരു പൊസിഷനാണ് ബ്രോൺസ് ഡയറക്ടർ. ഞാനൊരു മിനിമം എന്ന് പറഞ്ഞത് ഒരു ഫിക്സഡ് എമൗണ്ട് എടുത്ത് പറയാത്തതിന്റെ കാര്യം, നമ്മൾ കൊടുക്കുന്ന ടേൺ ഓവർ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരുമാനം 20,000, 25,000, 30,000 ഒക്കെ വരുമാനം അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ഫാമിലീസ് ഉണ്ട്. മിനിമം നമുക്കൊരു 10,000 രൂപ എടുത്ത് വരുമാനം എല്ലാ മാസം ജോലിക്കൊപ്പം ഒരു എക്സ്ട്രാ വരുമാനം എയിം ചെയ്യാൻ പറ്റിയ ഒരു പൊസിഷനാണ് ബ്രോൺസ് ഡയറക്ടർ. അതിന് ആകെ എന്തായാൽ മതി, 5,500 PV ആയാൽ മതി. ഇനി പ്രത്യേകത, ഇത് 1 മാസം കൊണ്ട് വേണമെന്ന്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട് വേണമെന്ന് ഒന്നുമില്ല. ടാർഗറ്റ് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇപ്പൊ എക്സാമ്പിൾ, നമ്മളൊരു 600 പോയിന്റ് ആയെന്ന് വരിക, 600 PV ആയെന്ന് വരിക, പിന്നെ പ്രൊഡക്റ്റ് വാങ്ങിച്ചില്ല, ബിസിനസ് ചെയ്യാൻ പറ്റിയില്ല. 1 മാസം കഴിഞ്ഞിട്ട്, ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്താലും 601 തൊട്ടേ തുടങ്ങുള്ളൂ. ഒരിക്കലും ചെയ്ത് വെച്ച് PV എന്ത് ചെയ്യില്ല, പോവില്ല. നമ്മൾ എവിടെ നിർത്തിയോ ആ നിർത്തിയോടെ തന്നെ തുടങ്ങാം. കാരണം നമ്മുടെ ബെസ്റ്റീന്റെ പ്ലാനിലെ ഏറ്റവും ബ്യൂട്ടി ഇത് ക്യുമുലേറ്റീവ് പ്ലാൻ ആണ്. അതായത് നമ്മൾ എവിടെ നിർത്തിയോ ആ നിർത്തിയോടെ തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റും. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മൾ വീട്ടിലേക്ക്, ഇപ്പൊ നിങ്ങൾ ബിസിനസ് ചെയ്യാനുള്ള, പക്ഷെ ഇപ്പൊ വീട്ടിലേക്ക് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നാലും ഈ PV ഓരോ മാസം കൂടി 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 എന്നെങ്കിലും എന്താവും, 5,500 പോയിന്റ് എന്നെങ്കിലും ആവും. ഇപ്പൊ 5, 8, 12 ഒക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ സബ്സിഡി പോലെ ക്യാഷ് ബാക്ക്, ചെറിയ ചെറിയ ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ടാവും. രജിസ്റ്റേർഡ് ആയിട്ട് നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു പൊസിഷനാണ് 5,500 പോയിന്റ്. ഇത് നിങ്ങൾ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നാലും എന്തെങ്കിലും ആവും. നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് സ്പീഡ് ചെയ്യാം, എങ്ങനെ വേണം നമുക്ക് ചെയ്യാം. അത് ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ട, ടാർഗറ്റ് ഒന്നുമില്ല. 1 കൊല്ലം കൊണ്ടോ 10 കൊല്ലം കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും ആയാൽ മതി. 5,500 പോയിന്റ് ആവുന്ന മാസം ടോട്ടൽ എത്ര ടേൺ ഓവർ ഉണ്ടോ അതിന്റെ 16% ആയിരിക്കും വരുമാനം. അതുകൊണ്ടാണ് ഈ ഫിക്സ് ആയിട്ട് എമൗണ്ട് പറയാത്തത്. എന്നാലും മിനിമം ഒരു 10,000 രൂപ എടുത്ത് അത്യാവശ്യം നല്ലൊരു വരുമാനം എയിം ചെയ്യാൻ പറ്റിയ പൊസിഷനാണ്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ കമ്പനിയുടെ 2 കാര്യമാണ്. ഒന്ന്, നമ്മുടെ ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യുക. ഇപ്പോൾ ഉള്ള കട മാറി നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ നമ്മുടെ വെസ്റ്റിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് കൊടുക്കാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് തിരിച്ചുകൊണ്ടേ കൊടുക്കാം. ഞാൻ പറഞ്ഞു 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് റീഫണ്ട് ചെയ്തെടുക്കാം, അല്ല ആ എമൗണ്ട് വേറെ എന്തെങ്കിലും ഉൽപ്പന്നം വാങ്ങാം. അത് നമ്മുടെ കസ്റ്റമർ ചോയ്സാണ്. ഇനി ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് പേരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാലോ, ബാക്കി എല്ലാ വരുമാനം കമ്പനി നമ്മളിലേക്ക് തരാൻ തയ്യാറാണ്. ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉൽപ്പന്നങ്ങളല്ല. നമുക്കറിയാം, ജീവിതത്തിൽ എന്ത് നല്ല കാര്യം കണ്ടാലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. ശരിയല്ലേ? നല്ല ഡ്രസ്സ് വാങ്ങിച്ചാൽ പറയാറുണ്ട്, നല്ല ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചാൽ പറയാറുണ്ട്, നല്ല ഇപ്പൊ കൊച്ചിനെ കൊണ്ട് നല്ല ഹോസ്പിറ്റലിൽ പോയി നല്ല ഡോക്ടറാണെങ്കിൽ പറയാറുണ്ട്, സജസ്റ്റ് ചെയ്യാറുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ലോകത്ത് ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് തന്നെ മൗത്ത് പബ്ലിസിറ്റിയാണ്. ശരിയല്ലേ? നമ്മൾ ഫീൽ ചെയ്ത് ഷെയർ ചെയ്യാനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ ഷെയർ ചെയ്യുന്ന ഉൽപ്പന്നങ്ങളല്ല. 2 രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഇന്നത്തെ കാലത്ത്. ഒന്ന് ക്വാളിറ്റി, ശരിയല്ലേ? പണ്ട് ആൾക്കാർ എക്സ്പയറി ഡേറ്റ് പോലും നോക്കൂലായിരുന്നു, അല്ലെ? 10 രൂപയ്ക്ക് സോപ്പ് കിട്ടുമെങ്കിൽ 5 രൂപയ്ക്ക് കിട്ടുമോ എന്ന് നോക്കി നടക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. പ്രധാനമായിട്ട് കോവിഡിന് ശേഷം 80-90% ആൾക്കാർ നോക്കുന്ന ക്വാളിറ്റിയാണ്. വില കൊടുത്താലും കുഴപ്പമില്ല, ഗുണമുള്ള ഉൽപ്പന്നം കിട്ടണം, അല്ലെ? അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. നമ്മൾ തന്നെ. 2, എന്തെങ്കിലും ഒരു അധിക വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. ശരിയല്ലേ? ഇപ്പൊ ഒരാളെടുത്ത് എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജോലിക്ക് പോകാനൊക്കെ കൂടുതൽ അവർക്ക് പറയാൻ ഇഷ്ടം സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് പറയാനാണ്. കാരണം സ്വന്തമായിട്ട് അതിനാണ് ഒരു വാല്യൂ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി, ലൈഫിൽ ജോലി ചെയ്ത് ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. പക്ഷെ ലൈഫിൽ എന്തെങ്കിലും നേടിയെടുത്തിട്ടുള്ള ആൾക്കാർ എല്ലാവരും തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുള്ള ആൾക്കാർ. അതാണ് ബിസിനസ്സുകാരാണ് ലൈഫിൽ എന്തെങ്കിലും സ്വന്തമായിട്ട് നേടിയെടുത്തിട്ടുള്ള ആൾക്കാർ. അതായത് അറ്റം കണ്ടിട്ടുള്ള ആൾക്കാർ. അപ്പൊ അങ്ങനെ നമ്മളെപ്പോലെ തന്നെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ വരുമാനം ആയിരിക്കുന്ന, ലൈഫിൽ എന്തെങ്കിലും ഒരു സക്സസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള, സ്വന്തമായിട്ട് ഒരു വീട് വെക്കണമെന്നോ സ്വന്തമായിട്ട് ഒരു കാറ് വാങ്ങണമെന്നോ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം വേണമെന്ന് ആഗ്രഹിക്കണ ഒരു 6 കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. വരുമാനം എത്തിക്കുക എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളൊരു 5,500 പോയിന്റിൽ, ഞാൻ ആദ്യം പറഞ്ഞു നമ്മളൊരു ബ്രോൺസ് ചാരിറ്റർ ആയല്ലേ, നമ്മുടെ കൂടെ വന്ന ഒരാള്, നമ്മുടെ ഫ്രണ്ട് ആയിരിക്കാം, റിലേറ്റീവ് ആയിരിക്കാം, എന്നെങ്കിലും ബ്രോൺസ് ചാരിറ്റർ ആയി കഴിഞ്ഞാൽ എന്നെങ്കിലും അവരും ആവും. കാരണം എന്താ, അവരും വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നാൽ ആ PV കൂടി 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 എന്നെങ്കിലും 5,500 പോയിന്റ് ആവും. അപ്പൊ നമുക്കൊരു പ്രൊമോഷൻ കിട്ടും. അതിന്റെ പേര് സിൽവർ ഡയറക്ടർ എന്നാണ്. മിനിമം നമുക്ക് 20,000 രൂപ അടുത്ത് വരുമാനം കിട്ടുന്ന മാത്രമല്ല, അടുത്തൊരു വരുമാനം ഉണ്ട്, ട്രാവൽ ഫണ്ട്. കൂടുതൽ ലീഡർഷിപ്പ് ഓരോ ബോണസ് നമുക്ക് കിട്ടും. ട്രാവൽ ഫണ്ട് എന്ന് പറഞ്ഞ ഫണ്ട് കിട്ടും. ഒരു വർഷത്തിൽ 2 വേൾഡ് ടൂർ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വർഷം 2 വേൾഡ് ടൂർ. നമ്മുടെ കൂടെ വന്ന ഒരാൾക്ക് വരുമാനം എത്തിച്ചു കൊടുക്കാൻ ഹെൽപ്പ് ചെയ്താൽ മതി. ഈ ടാർഗറ്റ് ഇല്ല, ഒറ്റയ്ക്ക് ചെയ്യേണ്ട, ടീം വർക്കിലാണ് ചെയ്യണം. ഇങ്ങനെ നമ്മുടെ കൂടെ 2 ഫാമിലി, നമ്മുടെ കൂടെ വന്ന 2 ഫാമിലി ഇതുപോലെ 5,500 പോയിന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പേര് ഗോൾഡ് ഡയറക്ടർ എന്നാണ്. മിനിമം ഒരു 10-15 രൂപ വരുമാനം കിട്ടും. ഇത് 3 പേരാണെങ്കിൽ സ്റ്റാർ ഡയറക്ടർ എന്ന് പറയും. ഏറ്റവും വലിയ ഒരു ലീഡർഷിപ്പ് ഉള്ള പൊസിഷനാണ് സ്റ്റാർ ഡയറക്ടർ. എന്താണെന്ന് അറിയാമോ? നമുക്കൊരു കാർ ഫണ്ട് കിട്ടും. സ്വന്തമായിട്ട് കാർ വാങ്ങാൻ വേണ്ടി നമുക്ക് 80,000 രൂപ വരെ കമ്പനി എല്ലാ മാസം തരും. ഒറ്റയടിക്ക് 50,000 തരില്ല. ചിലപ്പോൾ 5,000 രൂപ 6,000 രൂപയ്ക്കും ബിസിനസ് ഓളി അനുസരിച്ച് 80,000 രൂപ കമ്പനി എല്ലാ മാസം തരും കാർ വാങ്ങാനായിട്ട്. മിനിമം ഒരു 50,000 രൂപ അടുത്ത് വരുമാനം കിട്ടാവുന്ന പൊസിഷനാണ്.
ഓക്കെ, ഞാൻ മിനിമം ആണ് പറയുന്നത് കേട്ടോ. കാരണം ജോലി എന്ന് പറയുമ്പോൾ എല്ലാം ലിമിറ്റഡ് ആണെങ്കിൽ ബിസിനസ് എന്ന് പറയുമ്പോൾ എല്ലാം അൺലിമിറ്റഡ് ആണ്. ഓക്കെ, നമ്മുടെ കൂടെ തന്നെ 4 പേര് ഇതുപോലെ 1500 പോയിന്റിൽ ബ്രോൺസ് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ, ഇത് 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം എടുത്തോ, ബ്രോൺസ് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ ഡയമണ്ട് ഡയറക്ടർ എന്ന് പറയും. മിനിമം ഒരു 80,000 1 ലക്ഷം രൂപ അടുത്ത് വരുമാനം കിട്ടുന്നതല്ല. സിൽവർ ആയിരിക്കുമ്പോൾ 2 ഏഷ്യൻ ട്രിപ്പ് ആണെങ്കിൽ, ഡയമണ്ട് ആയിരിക്കുമ്പോൾ യൂറോപ്യൻ ട്രിപ്പ്, ഒരു വർഷത്തിൽ 3 വേൾഡ് ടൂർ. ഇതിപ്പോ ഓഗസ്റ്റിൽ പോകാൻ പോകുന്ന സ്വിറ്റ്സർലൻഡ് ആണ്. ചിന്തിച്ചു നോക്കി, സ്വിറ്റ്സർലൻഡ് ഒരു സാധാരണക്കാരൻ സ്വപ്നം കാണാൻ പറ്റുമോ? ചിന്തിച്ചു നോക്കി. ചിട്ടിക്കാശ് വിളിച്ചാൽ പോലും പോകാൻ പറ്റുമോ? ഇന്നില്ല, അതൊരു ഗട്സ് ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു വർഷത്തിൽ 3 വേൾഡ് ടൂർ ക്വാളിഫൈ ചെയ്യാൻ പറ്റിയ പൊസിഷനാണ് ഡയമണ്ട് ഡയറക്ടർ. 4 കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിച്ചാൽ മതി. ഇങ്ങനെ അവസാനം ഒരു 6 പേര് 5500 പോയിന്റിൽ ബ്രോൺസ് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ നമ്മുടെ പറയുന്ന ക്രൗൺ ഡയറക്ടർ ആണ്. മിനിമം 1.5 ലക്ഷം അടുത്ത് വരുമാനം കിട്ടുന്ന മാത്രമല്ല, അടുത്തൊരു ഫണ്ട് ഉണ്ട്, ഹൗസ് ഫണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, സ്വന്തമായിട്ട് വീട് നിങ്ങളുടെ സ്വപ്നമാണെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടി 1 ലക്ഷം രൂപ കമ്പനി എല്ലാ മാസം തരും വീട് വയ്ക്കാൻ. ഒറ്റയ്ക്ക് 1 ലക്ഷം രൂപ അല്ല, കാർ ഫണ്ട് പറഞ്ഞ പോലെയാണ്. ആ ചിലപ്പോൾ 5000 രൂപയ്ക്കും 10,000 രൂപയ്ക്കും ബിസിനസ് ഓളി അനുസരിച്ച്. ഇപ്പൊ നിങ്ങളൊരു ലോണൊക്കെ എടുത്ത വീട് വെച്ചെങ്കിൽ ലോൺ അടയ്ക്കാൻ നിങ്ങൾക്ക് ആ ഹൗസ് ഫണ്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ വാടക വീട്ടിൽ അടയ്ക്കണമെങ്കിൽ ആ റെന്റ് കൊടുക്കാൻ, വാടക കൊടുക്കാൻ യൂസ് ചെയ്യാം. സ്ഥലം വാങ്ങാൻ യൂസ് ചെയ്യാം. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് യൂസ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് റിട്ടയർമെന്റ് ഓപ്ഷൻ കൂടെ ഉള്ള പൊസിഷനാണ് ക്രൗൺ ഡയറക്ടർ. ഇതും കഴിഞ്ഞിട്ട് വരുമാനം വേണോ? ഒരു 8 കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിച്ചാൽ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ മിനിമം 2.5-3 ലക്ഷം രൂപ വരുമാനം എത്താൻ പറ്റിയ ബെസ്റ്റ് പൊസിഷനാണ്. ഇന്ന് ക്ലോസിംഗ് സെഷൻ തന്നെ നിജു സാർ ഈ ബിസിനസ്സിൽ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ആണ്. പേഴ്സണലി എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ എന്റെ ബിസിനസ് ഗൈഡ് ചെയ്യുന്ന അദ്ദേഹം കൂടെയാണ്. ഫാമിലി ആയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു 12 പേര് ഇനിയും വരുമാനം വേണമെങ്കിൽ ഒരു 12 പേര് യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ആയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പേര് ഡബിൾ ക്രൗൺ ഡയറക്ടർ. മിനിമം 5 ലക്ഷം അടുത്ത് വരുമാനം കിട്ടാവുന്ന പൊസിഷനാണ്. ഇനി വരുമാനം വേണമെങ്കിൽ ഒരു 16 കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിച്ച് നമ്മളെ പറയുന്ന പേര് ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്നാണ്. ബെസ്റ്റിന്റെ ഹയസ്റ്റ് പൊസിഷനാണ്. ഇങ്ങനെയുള്ളവരാണ് 10 ലക്ഷം രൂപയും 75 ലക്ഷം രൂപയും 1 കോടി 18 ലക്ഷം രൂപ മന്ത്ലി വരുമാനമാണ്. നമ്മളെ സംബന്ധിച്ച് ആലോചിച്ചിരിക്കും, മറ്റെന്ത് ബിസിനസ് ആണെങ്കിലും ഒരാൾക്ക് വളർച്ചയുണ്ടെങ്കിൽ ഒരാൾക്ക് തളർച്ചയുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് ആലോചിക്കുക, നമ്മുടെ വന്ന നമ്മൾ വിശ്വസിച്ച കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിക്കുമ്പോഴാണ് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്തണേ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഒരാൾ തീരുമാനം എടുക്കുന്ന വഴി ഒരുപാട് കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിക്കാൻ പറ്റും. മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ആൾക്കാരെ ചേർത്ത് തള്ളിയിട്ടല്ല കമ്പനി വരുമാനം തന്നെ, ടേൺ ഓവർ ആണ്. ഏതൊരു ബിസിനസിന്റെ നിലനിൽപ്പ് എന്ന് വെച്ചാൽ ടേൺ ഓവർ ആണ്. ഈ ലോകത്ത് 2 രീതിയിലുള്ള ബിസിനസ് ഉള്ളൂ. ഒന്ന് പ്രൊഡക്റ്റ് കാറ്റഗറി ആണ്, 2 സർവീസ് ആണ്. ഇപ്പൊ കോൾഗേറ്റ് കമ്പനിയാണ് എന്താണ്, പ്രൊഡക്റ്റ് ആണ് കൈകാര്യം ചെയ്യുന്നത്. അവർ കോടിക്കണക്കിന് കസ്റ്റമർ നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ടാണ് ആ കമ്പനി നിലനിൽക്കുന്നത്. ആ പേര് മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി ടിവിയിൽ പരസ്യം കൊണ്ടുവരും. ഇടനിലക്കാർ വഴി നമ്മുടെ വീടിന്റെ അടുത്ത് എത്തിക്കും. പേര് പറഞ്ഞു നമ്മൾ ഉൽപ്പന്നം വാങ്ങും. എല്ലാ മാസം തീരുമ്പോൾ വാങ്ങും. ആ തീരുമ്പോൾ വാങ്ങുന്നതുകൊണ്ടാണ് കമ്പനി ഇപ്പോഴും നിലനിൽക്കുന്നത്. അല്ലെ? ഒരു ഹോസ്പിറ്റലിന്റെ ലാഭം എന്താണ്? എത്രത്തോളം പേഷ്യന്റ് അവിടെ ചെല്ലുന്നു എന്നുള്ളതാണ്. ശരിയല്ല? ഒരു ബാങ്കിന്റെ പ്രോഫിറ്റ് എന്താണ്? അക്കൗണ്ടിൽ എടുക്കുന്ന ആളുടെ എണ്ണം കൂടുമ്പോൾ ട്രാൻസാക്ഷൻ നോക്കുമ്പോഴാണ്. ഏതൊരു കമ്പനിക്ക് അവരുടെ ബിസിനസ്സിൽ കസ്റ്റമർ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകുള്ളൂ. മനസ്സിലാക്കണം, അത് അറിയിക്കാൻ ഇടനിലക്കാരും പരസ്യം ഉണ്ടെങ്കിൽ നമ്മുടെ വെസ്റ്റിന് ഇടനിലക്കാരും പരസ്യമില്ല. അതുകൊണ്ടാണ് ഹൗസ് ഫണ്ടും കാർ ഫണ്ടൊക്കെ ആയിട്ട് നമ്മളിലേക്ക് വരുമാനം തരാൻ പറ്റുന്ന വേറെ ഒരു റോക്കറ്റ് സയൻസ് നമുക്ക് ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലേ, എല്ലാ വർഷവും നമുക്ക് 3 വേൾഡ് ടൂർ ഉണ്ട്. ഏകദേശം 10,000 കൂടുതൽ ആൾക്കാർ ഓൾ ഓവർ ഇന്ത്യയിൽ കാർ ഫണ്ട് കാർ വാങ്ങിച്ചിട്ടുണ്ട്. ഒരുപാട് പേരെ സ്വപ്നം വീട് അത് വെക്കാൻ ഈ ഓപ്പർച്യൂണിറ്റി വഴി അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി വരാൻ പോണ റെവല്യൂഷൻ ആണ്, ട്രെൻഡ് ആണ് ഇത് മൂന്നും. ഇനി വരാൻ പോണ റെവല്യൂഷൻ ഒന്ന് ഡയറക്ട് സെല്ലിംഗ്. ഞാൻ പറഞ്ഞല്ല, APJ അബ്ദുൽ കലാം 2006 അനൗൺസ് ചെയ്ത കാര്യമാണ്. ഇന്ത്യ ഡെവലപ്പ് ആണ് 2 കാര്യം കൊണ്ടായിരിക്കും. ഒന്ന് IT ഫീൽഡ്, 2 ഡയറക്ട് സെല്ലിംഗ് ആണ്. ഇന്ന് ഡെവലപ്ഡ് ആയിട്ടുള്ള ഏത് കൺട്രീസ് എടുത്ത് നോക്കിക്കോ, ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ റവന്യൂ കൊടുക്കുന്ന ഇൻഡസ്ട്രി ഡയറക്ട് സെല്ലിംഗ് ആണ്. 2 വെൽനസ് വളർന്നു. ഒന്ന് ആലോചിച്ച്, ഗൂഗിൾ ആപ്പിൾ എന്നെല്ലാം വെൽനസിലേക്ക് ഫോക്കസ് ചെയ്ത് തുടങ്ങി. ആരോഗ്യം ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാവർക്കും. ഞാൻ ആദ്യം പറഞ്ഞു, ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം വളർന്നു കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മൾ തന്നെ ബാങ്കിൽ പോയിട്ട് എത്ര നാളായി? ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല, ശരിയല്ലേ? കുറച്ചാൾ മുമ്പ് ബാങ്ക് കോച്ചിങ് ഉണ്ടായിരുന്നു, ഇപ്പൊ പരിപാടിയില്ല. ട്രെൻഡ് മാറി. അല്ല, ആമസോൺ സ്വന്തമായിട്ടൊരു പ്രോഡക്റ്റ് ഇല്ല, കോടികളിലാക്കുന്നുണ്ട്. സ്വിഗ്ഗി സൊമാറ്റോ ഹോട്ടലോ കിച്ചണോ ഇല്ല, കോടികളിലാക്കുന്നുണ്ട്. യൂബറോലെ സ്വന്തം ടാക്സി ഇല്ല. ഫേസ്ബുക്കിന് സ്വന്തമായിട്ട് കണ്ടന്റ് ഇല്ല. യൂട്യൂബിന് സ്വന്തമായിട്ട് ഒരു വീഡിയോ പോലും ഇല്ല. ഫ്രണ്ട്സ്, മനസ്സിലാക്കേണ്ട കാര്യം, ചെറുകിട ബിസിനസിന്റെ സമയം കഴിഞ്ഞു പോയി. ഇനിയുള്ള ട്രെൻഡ് ബിസിനസ്സിലാണ്. ഈ 3 മേഖലയാണ് ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ. നമ്മളെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വളർച്ച പ്രാപിക്കാൻ പോകുന്ന 3 ഇൻഡസ്ട്രിയും ഒരുമിച്ചുള്ള കമ്പനിയാണ് നമ്മുടെ വെസ്റ്റീജ്. നമ്മുടെ കമ്പനി ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. ഹെൽത്ത് കെയർ ഉൽപ്പന്നം മാനുഫാക്ചറിംഗ്, ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഉണ്ട്. ഏതൊരു സാധാരണക്കാരനും ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ പറ്റിയ ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ്. പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഐഡിയ ഒന്നും ഇവിടെ ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് ഏതൊരു സാധാരണക്കാരനെ കണക്ട് ചെയ്യാൻ പറ്റും. ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ഓരോ കൊടുത്താൽ മൂല്യമായിട്ടുള്ള ഉൽപ്പന്നം നമുക്ക് കിട്ടുന്നുണ്ട്. ഇഷ്ടപ്പെട്ട് നമുക്ക് റിട്ടേൺ ചെയ്യാം. നമ്മുടെ തീരുമാനം എടുക്കുകയാണെങ്കിൽ ഒരുപാട് കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിക്കാൻ പറ്റും. എന്റെ റിക്വസ്റ്റ്, ഒരിക്കലും ഇതിനൊരു പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങൾ കാണരുത്. ഇതൊരു അവസരമായിട്ട് കാണാം. അവസരമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ ഒരു ഡിവൈൻ ഓപ്പർച്യൂണിറ്റിയാണ് ദൈവം ഇപ്പൊ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്തേക്കണം. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ദൈവം തന്ന അവസരമായിട്ട് കാണാം. അപ്പൊ എല്ലാവർക്കും നല്ല തീരുമാനം എടുക്കാൻ പറ്റട്ടെ. ഈ ഓപ്പർച്യൂണിറ്റി വഴി വലിയ വിജയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റട്ടെ. ഞാൻ പറഞ്ഞ പ്ലാൻ എടുക്കാൻ ജസ്റ്റ് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സർ. വളരെ ഡീറ്റെയിൽ ആയിട്ട് അല്ലേ, നമുക്കറിയാം, ചാറ്റ് ബോക്സ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് എത്രത്തോളം ഇന്ന് പങ്കെടുത്ത ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്.
നമ്മൾ എപ്പോഴും പറയാറുണ്ട് വെസ്റ്റീജിന്റെ പ്ലാന് ഒരു തവണയോ 2 തവണയോ കേട്ടാൽ നമുക്ക് പൂർണ്ണമായും മനസ്സിലാവണമെന്നില്ല. പല ആവർത്തി കേൾക്കുമ്പോഴാണ് നമ്മൾ അതിൽ ശരിക്കും മനസ്സിലാക്കി എടുക്കുന്നതെന്ന്. പക്ഷേ ഇന്നത്തെ ഈ ഒരു പ്രസന്റേഷൻ ആദ്യമായി കേൾക്കുന്ന ഒരു വ്യക്തിക്ക് പോലും എന്താ പറയാ ഒരു 90% അവരത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. കാരണം അത്രയും നല്ല ലളിതമായ രീതിയിൽ ഏതൊരു പുതിയൊരാൾക്കും മനസ്സിലാവുന്ന തരത്തില് നല്ല രീതിയിൽ ശ്രീരാഗ് സാർ നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ എല്ലാവരും ചാറ്റ് ബോക്സ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം എന്തുകൊണ്ട് ഇത് സീരിയസ് ആയിട്ട് ഏറ്റെടുത്തു എന്നുള്ളത് അല്ലേ, മറ്റൊരു ജോലിയോ നോക്കാതെ എന്തുകൊണ്ട് വെസ്റ്റീജ് ബിസിനസ് നേടിയെടുത്തു എന്നുള്ളത് തിരഞ്ഞെടുത്തു എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ചാറ്റ് ബോക്സിൽ കൂടി ശ്രീരാഗ് സാറിനുള്ള നന്ദി അറിയിക്കുക. ഓക്കെ, താങ്ക് യു. ഒരു വൺസ് അഗൈൻ ശ്രീരാഗ് സാർ. തീർച്ചയായും നേരത്തെ ശ്രീരാഗ് സാറ് ഈ ഒരു പ്രസന്റേഷന്റെ ഇടയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ക്ലോസിംഗ് സെഷന് വേണ്ടി വരാൻ പോകുന്ന വ്യക്തിയെ കുറിച്ച്. ശരിക്കും പറഞ്ഞാൽ പെരുമ്പാവൂർക്കാരനാണ്. ഈ ഒരു ബിസിനസ്സിൽ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്ന് പറയുന്ന പൊസിഷനിൽ നിൽക്കുന്നു. എന്ന് വെച്ചാല് ഈ കമ്പനി പറയുന്ന 9 തരം വരുമാനവും നേടിയെടുത്തുകൊണ്ട് ലൈഫ് വളരെ സക്സസ്ഫുൾ ആയി വളരെ ഹാപ്പി ആയി ഫാമിലി ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കലും നമുക്ക് ക്ലോസിംഗ് സെഷൻ ചെയ്യാൻ വേണ്ടി വരുന്നത് നിജു സാറാണ്. നിജു സാർ എന്ന് പറഞ്ഞാൽ പൂർണ്ണമാവില്ല, സൗമ്യ മാമും കൂടി ചേരുമ്പോഴാണ് അത് പൂർണ്ണമാവുന്നത്. കാരണം ഏതൊരു ഫംഗ്ഷനിലായാലും നമുക്ക് അവരെ രണ്ടുപേരെയും ഒന്നിച്ച് തന്നെ കാണാൻ വേണ്ടി പറ്റാറുള്ളൂ. തീർച്ചയായും വെസ്റ്റീജ് എന്ന് പറഞ്ഞ ഒരു ഫാമിലി ബിസിനസ് ആണ്. അത് എന്തുകൊണ്ട് നമ്മൾ ഒരാൾ ഇതിൽ എത്രത്തോളം സക്സസ് ആവുന്നു എന്ന് നോക്കുകയാണെങ്കിൽ അവര് ഫാമിലി ആയിട്ട് ചെയ്യുന്ന സമയത്താണ് സക്സസ് വളരെ പെട്ടെന്ന് ഉണ്ടാകുന്നത്. ഒരു സെയിൽസ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന നിലയിൽ നിന്ന് വെസ്റ്റീജിലേക്ക് വരികയും വളരെ ഫാസ്റ്റ് ആയിട്ട്, കാരണം ഇന്ന് നമുക്ക് പറഞ്ഞിട്ടുള്ള 9 തരം വരുമാനവും വളരെ ഫാസ്റ്റ് ആയിട്ട് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുകയും ഇന്നും എന്താ പറയണ്ട എന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്തുണ്ടായിരുന്ന അതേ ആവേശത്തോടു കൂടി യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 2.5-3 ലക്ഷം രൂപ പ്രതിമാസം വരുമാനം നേടുന്നുണ്ടെങ്കിലും അതൊന്നും അല്ല ലക്ഷ്യം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ 1,81 ലക്ഷം രൂപ വരെ പെർ മന്ത് വാങ്ങിക്കുന്ന ആളുകൾ വെസ്റ്റീജിലുണ്ട് അല്ലെ. അപ്പോ നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ചെല്ലണമെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയായിരുന്നോ അതേ ഊർജത്തോടു കൂടി എപ്പോ നോക്കിയാൽ നമുക്കറിയാം ഏത് പ്രസന്റേഷനിലായിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു ഫംഗ്ഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരു ലീഡറെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അത്രയും എനർജറ്റിക് ആയിട്ട് നമ്മൾ ഏതൊരു വ്യക്തിയും ആദ്യമായി ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിജു സാറിന്റെ ഒരു സെഷൻ കേൾക്കുകയാണെങ്കിൽ നമ്മൾ ഫുൾ 100% ചാർജ് ആകുന്നുണ്ടാവും. നമ്മൾ ആ ബിസിനസ്സിലേക്ക് ചാടി ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ടാവും. അത്തരത്തിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡറാണ് നമുക്ക് ഇന്ന് ക്ലോസിംഗ് സെഷനിൽ വന്നിട്ടുള്ളത്. ഞാൻ സമയം ഒട്ടും കളയുന്നില്ല, നമുക്ക് ആ പവർഫുൾ ആയിട്ടുള്ള ലീഡറെ വെൽക്കം ചെയ്യാം. വെൽക്കം നിജു സാർ. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഓഡിബിൾ ആണോ? സാർ ഓഡിയബിൾ ആണ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. എന്നെ വളരെ മനോഹരമായിട്ട് പരിചയപ്പെടുത്തി താങ്ക് യു മാം. അതുപോലെ വളരെ മനോഹരമായിട്ട് വളരെ ഫാന്റാസ്റ്റിക് ആയിട്ട് പ്ലാൻ പ്രസന്റ് ചെയ്ത ശ്രീരാഗ് വളരെ നല്ല ഒരു പ്ലാൻ പ്രസന്റേഷൻ ആയിരുന്നു. എന്നെ പരിചയപ്പെടുത്തി. എന്നാലും ഞാൻ പറയാം, എന്റെ പേര് നിജു എന്നാണ്, വീട് പെരുമ്പാവൂരാണ്. ബേസിക്കലി ഞാനൊരു സെയിൽസ് ആൻഡ് മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. ചെയ്യുന്ന ജോലിക്കൊപ്പം ഒരു അധിക വരുമാനം വേണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത്. എന്റെ വൈഫ് സൗമ്യ ടീച്ചറായിരുന്നു. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ജോലി റിസൈൻ ചെയ്ത് ഫുൾ ടൈം ആയിട്ട് ബിസിനസ് ചെയ്യുന്നു. ഇന്ന് എന്നെ പറ്റി എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ്സിലേക്ക് ഞാൻ വന്നുകൊണ്ടാണ്. ഈ ബിസിനസ്സിൽ എന്നെ സ്പോൺസർ ചെയ്ത വ്യക്തിയുടെ പേര് മിസ്റ്റർ സുരേഷ് കുമാർ എന്നാണ്. ഈ ബിസിനസ്സിൽ ഡബിൾ ക്രൗൺ ഡയറക്ടറാണ്. ആക്ച്വലി ആദ്യമായിട്ട് ഈ ഓപ്പർച്യൂണിറ്റി കേൾക്കുമ്പോൾ വലിയ 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 മോഹങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ വലിയ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാമെന്ന് കരുതുന്നു വന്നതല്ല. കുറച്ച് ഒരു ലയബിലിറ്റീസ് ഉണ്ടായിരുന്നു. 10 ലക്ഷം ലയബിലിറ്റി ഉണ്ടായിരുന്നു. ചെയ്യുന്ന ജോലിക്കൊപ്പം ഒരു 10,000 രൂപ എക്സ്ട്രാ ഇൻകം കിട്ടിയാൽ അന്ന് ആകെ കൂടി ചിന്തിച്ച കാര്യം ഒരു KSF ഒരു ചിട്ടിയുണ്ട്. അത് 100 മാസത്തെ ചിട്ടിയാണ്. അതൊരു 10,000 രൂപ മാസം അടയ്ക്കണം. 10 ലക്ഷം ചിട്ടിയാണ്. ഇത് എങ്ങനെയെങ്കിലും അടയ്ക്കാനുള്ള പൈസ ഉണ്ടാക്കണം എന്ന് കരുതി വന്നിട്ട് ആളാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ ഫാമിലിയും കണ്ട സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കാൻ പറ്റിയ ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലായി. അത് മറ്റേ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ് ആകർഷിച്ചതെന്ന് ചോദിച്ചാൽ ചെയ്യുന്ന ജോലിയെ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള വരുമാന മാർഗത്തെ ഒന്നും ബുദ്ധിമുട്ടിക്കാതെ ഒരു അഡീഷണൽ ഇൻകം ക്രിയേറ്റ് ചെയ്യാം എന്ന് കരുതിയപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം. അത് മാത്രമല്ല എന്റെ ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു. അതിനൊക്കെ വലിയ ബുദ്ധിമുട്ട് ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടായിരുന്നില്ല. ഫാമിലിയുമായി സ്പെൻഡ് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല എനിക്ക് ലയബിലിറ്റീസ് വരാനുള്ള ഏറ്റവും വലിയ റീസൺ ആക്ച്വലി എന്റെ വീട്ടിലെ കുറച്ച് ഹെൽത്ത് ചലഞ്ചസ് ആയിരുന്നു. ഹോസ്പിറ്റൽ കേസൊക്കെ ആയിരുന്നു.
അത് മാത്രമല്ല ഈ ഓപ്പർച്യൂണിറ്റി കേട്ടപ്പോ ആരോഗ്യവും നമ്മുടെ പണവും അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ സമ്പത്തും ഒരുപോലെ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പ്രോഡക്റ്റുകൾ വാങ്ങുന്ന രീതി ഒന്ന് മാറിയാൽ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യത്തെ മാസം കിട്ടിയ ഒരു വരുമാനം 465 രൂപയായിരുന്നു. രണ്ടാമത്തെ മാസം ഒരു 3500 രൂപ കിട്ടി. മൂന്നാമത്തെ മാസം 21,000 രൂപ വരുമാനം കിട്ടി. അപ്പൊ എനിക്ക് വലിയ കോൺഫിഡൻസ് ആയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്ന ജോലി ഒന്നും ബുദ്ധിമുട്ടിക്കാതെ കിട്ടുന്ന ഒരു പാർട്ട് ടൈം ആയിട്ട് ചെയ്തിട്ട് ഒരു 3 മാസം കൊണ്ട് 21,000 രൂപ വരുമാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഇന്നല്ല, ഒരു 6 വർഷം മുമ്പുള്ള കാര്യം ഞാൻ ഈ പറയാം. ഇത്രയൊന്നും കമ്പനി ഗ്രോ ചെയ്തിട്ടില്ല, വിജയിച്ച ആളുകളില്ല, എവിടെ പോയാലും നെഗറ്റീവ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ന് അത് മാത്രമല്ല, എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ 17 വർഷം ഞാൻ ജോലി ചെയ്തിട്ടും എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു 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 50,000 രൂപ തികച്ച് എന്നൊരു സാലറി പോലും എനിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അത് കിട്ടണേക്കാൾ കൂടി ചെലവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആക്ച്വലി നമ്മളെ സംബന്ധിച്ചൊരു 3 വർഷം ഒരു ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ബിസിനസ്സിൽ വന്ന് 3 വർഷം കഴിഞ്ഞപ്പോൾ 2019 നവംബർ മാസം ആയപ്പോൾ എന്റെ വരുമാനം 2,32,000 രൂപ കഴിഞ്ഞു. ഇത് വളരെയധികം നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു ഒരു കുട്ടി ഒരു ഡിഗ്രി ഒരു 3 വർഷം പഠിക്കുന്നു, പുറത്ത് ഇറങ്ങിയാൽ ഇന്നത്തെ കാലത്ത് കിട്ടുന്ന സാലറി 10,000 രൂപയാണ്. ഒരു 3 വർഷം വളരെ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ചെയ്തിട്ട് ഒരു 2 ലക്ഷം രൂപയുടെ മുകളിലേക്ക് വരുമാനം ഏകദേശം കോവിഡിന് മുമ്പൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഈ മേഖലയിൽ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത വ്യക്തിത്വമാണ്. ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിംഗ് മേഖലയിൽ എനിക്ക് പരിചയം ഉണ്ടെങ്കിലും ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ എനിക്ക് പരിചയം കുറവായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് വിജയിച്ചു എന്ന് വെച്ചാൽ ഒരേ ഒരു കാര്യമായിരുന്നു, ഈ ബിസിനസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ വേണ്ട കാര്യം സ്ട്രോങ് ആയിട്ടുള്ള റീസൺ വേണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, സാധാരണ രീതിയിൽ ഞാൻ ജോലിക്ക് പോകുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ അവിടെ കൺട്രോൾ ചെയ്യാൻ ഒരു മാനേജർ, സൂപ്പർവൈസർ, അങ്ങനെ കുറെ ആളുകൾ ഉണ്ടാവും. ഓട്ടോമാറ്റിക്കായിട്ട് ആ സിസ്റ്റം ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടാവും. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കഷ്ടപ്പെട്ടിട്ടാണ് ജോലി ഞാൻ ചെയ്യുന്നുണ്ടാവും, എനിക്ക് സാലറി കിട്ടുന്നുണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെ നമ്മളെ ആരും അങ്ങനെ ഉന്തി തള്ളി ബിസിനസ് ചെയ്യിപ്പിക്കാനൊന്നും ആളില്ല. രണ്ടാമത്, ഒരു ട്രഡീഷണൽ ബിസിനസ് ആണെങ്കിൽ ലക്ഷങ്ങളും കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ലോൺ ഒക്കെ ആണെങ്കിൽ അതിന്റെ പ്രഷർ നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. ഇവിടെ അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ടോ ആക്ച്വലി നമുക്ക് അങ്ങനത്തെ പ്രഷറിന്റെ ആവശ്യമില്ല. അപ്പൊ കൺട്രോൾ ചെയ്യാൻ ആളില്ല, വലിയ ഇൻവെസ്റ്റ്മെന്റിന്റെ പെയിൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അലസത അല്ലെങ്കിൽ നമുക്ക് ഒന്ന് മാറ്റിവെക്കാം, പിന്നെ ചെയ്യാം, അത് പ്രയോറിറ്റി കൊടുക്കണമെന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ ബിസിനസ് ചെയ്യാൻ വളരെ സ്ട്രോങ് ആയിട്ടൊരു റീസൺ നമുക്ക് ഉണ്ടെങ്കിൽ അതൊരു പെയിൻ ആവാം അല്ലെങ്കിൽ ഒരു ഗെയിൻ ആവാം. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു വേദന അകറ്റാൻ വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ വലിയൊരു അച്ചീവ്മെന്റ്സ് ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം നമുക്ക് ഉണ്ടെങ്കിൽ ഈ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കാരണമുള്ള ഒരാളാണെങ്കിൽ ഈ ബിസിനസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയമാണ് ഈ സമയം. എന്തുകൊണ്ട്? ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു ഗ്രോത്ത് ഫേസിലാണ്. ഇന്ന് ഇന്ത്യ ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് 100% സപ്പോർട്ട് ചെയ്യുന്ന അൺഎംപ്ലോയ്മെന്റിനും അണ്ടർ എംപ്ലോയ്മെന്റിനും പരിഹാരമായിട്ട് ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു മേഖലയായിട്ട് കണ്ടുകൊണ്ട് ഇന്ന് MBAക്ക് ഒരു സബ്ജക്റ്റ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ വരിക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യമാണ്. അതിലുപരിയായിട്ട് ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന ജോലിക്കൊപ്പം ഒരു അഡീഷണൽ ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നാളെ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ നമുക്കൊരു പാസീവ്, ഒരു റെഗുലർ ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു എന്താ പറയുക, ഒരു പെൻഷൻ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ, ജനറേഷൻ ലോങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അപ്പൊ ആൾക്കാർ ചോദിക്കുകയാണ്, സാർ അതെങ്ങനെയാണ് നമുക്കൊരു പാസീവ് ഇൻകം കിട്ടുക? ഈ ബിസിനസിന് ആക്ച്വലി എന്താണ് അതിന്റെ മെത്തേഡ്? സാധാരണ ആൾക്കാർക്ക് ചോദിക്കാറുണ്ട്, പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വഴിയാണോ ഡയറക്ട് സെല്ലിംഗ്? ഞാൻ ഇപ്പോഴും പറയുന്നു, പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഈ ബിസിനസ്സിലാരും വരരുത്. ഇതൊരു ബിസിനസ് ആണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന രീതിയാണ്. വെസ്റ്റീജ് എന്നൊരു കമ്പനി ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആയതുകൊണ്ട് ഇടനിലക്കാരും പരസ്യം ഇല്ലാത്തത് കൊണ്ട് നേരിട്ട് നമ്മൾ പ്രൊഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കുമ്പോൾ 50% ഡിസ്കൗണ്ടിൽ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. മണി ബാക്ക് ഗ്യാരണ്ടി ഉണ്ട്. ഓക്കെ, പക്ഷെ ലോകത്തിൽ ഏതൊരു കമ്പനിക്കും വേണ്ടത് എന്താണ്? അവരുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആണ്. ആക്ച്വലി നമ്മളിവിടെ ഒരാളെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ അല്ലെങ്കിൽ ഒരാളെ ചേർത്താൽ ഒന്നും കാശ് കിട്ടത്തില്ല. ആക്ച്വലി ടേൺ ഓവറിനാണ് കാശ്. ആക്ച്വലി ഒരു കുറച്ചുകൂടി നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ, ആർക്കാണോ വെസ്റ്റേജിന്റെ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കുന്ന കസ്റ്റമർ നെറ്റ്വർക്ക് ആർക്കാണോ ഉള്ളത്, അവരായിരിക്കും ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഭാഗ്യവാനാണ്. കാരണം ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 മോസ്റ്റ് ട്രസ്റ്റഡ് ഡയറക്ട് സെല്ലിംഗ് ബ്രാൻഡാണ് വെസ്റ്റേജ്. അതുകൊണ്ട് എന്താ, ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ്. ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റിയ ഒരു കമ്പനി എന്നൊരു അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 100% നമുക്ക് വിശ്വസിച്ച് നമുക്ക് എഫർട്ട് എടുത്താൽ ഒരു പാസീവ് ഇൻകം കിട്ടും. രണ്ടാമത്, ഈ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആളുകൾ പ്രൊഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കുമ്പോഴേ കസ്റ്റമേഴ്സ് വരത്തുള്ളൂ. ഇന്ന് ഏത് വ്യക്തിയെ ചോദിച്ചാലും അയാൾക്ക് ആരോഗ്യ പ്രശ്നവും സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ ഇന്ന് നമ്മളെ സംബന്ധിച്ച് അസുഖം വരാണ്ടിരിക്കാൻ ആളുകൾക്ക് അറിയാം, വെൽനസ് എന്താണെന്ന് അറിയാൻ പറ്റും. നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രത്യേക യൂണിക് ക്വാളിറ്റിയാണ്. ഇത് ഇവിടെ കിട്ടും, പുറത്ത് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നെറ്റ്വർക്ക് ആണ്, നമ്മളൊരു ടീമിനെയാണ് നമ്മൾ ബിൽഡ് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ടീം എന്നും നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടാവും. പിന്നെ ബിസിനസ്സുകാരില്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഇല്ല. ക്ലിയർ അല്ലേ?
അപ്പൊ ആക്ച്വലി നമുക്ക് നമ്മുടെ ബിസിനസ്സുകാരുണ്ടെങ്കിൽ ഈ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ ആൾക്കാർ വേണം. അതിനുവേണ്ടി കമ്പനി ഈ 9 തരത്തിലുള്ള വരുമാനങ്ങൾ കൊടുക്കുന്നുണ്ട്, ഒരുപാട് റിവാർഡ്സുകൾ കൊടുക്കുന്നുണ്ട്, റെക്കഗ്നേഷൻസ് കൊടുക്കുന്നുണ്ട്, അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ കമ്പനിയുടെ 20 വർഷം തികഞ്ഞ ഈ വർഷത്തിൽ 20 കോടി രൂപയുടെ റിവാർഡ്സ് ആണ് ഈ കമ്പനി പുറത്തുവിട്ടത്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്തായിരിക്കും? നമ്മുടെ കൂടെ നിൽക്കുന്ന ഈ കസ്റ്റമർ കമ്മ്യൂണിറ്റി പുതിയതായിട്ട് വളരാനും അതിനകത്ത് ലീഡേഴ്സ് ഉണ്ടാവാനും അത് നമ്മുടെ ആബ്സൻസിൽ ഗ്രോ ചെയ്യാനും പറ്റിയ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം നമുക്കുണ്ട്. ദാറ്റ്സ് കോൾഡ് വിന്നിംഗ് ടീം. ഒരു പവർഫുൾ കമ്പനിയും നല്ല പ്രോഡക്റ്റ് മാത്രമല്ല, ഇന്ന് ബെസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് വിന്നിംഗ് ടീം. വ്യത്യസ്തമായിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടപ്പെട്ട ട്രെയിനിങ് കൊടുക്കുന്ന ഒരു വലിയൊരു ഓർഗനൈസേഷൻ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ലാണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാണ്ട്, ഏജ് ലിമിറ്റ് പ്രശ്നമല്ലാതെ ജീവിതത്തിൽ വളരെ ശക്തമായ ഒരു റീസണും ഡ്രീംസുമായിട്ട് വന്ന ഒരു വ്യക്തിക്ക് ഇന്ന് വിജയിക്കാൻ പറ്റിയ ഏറ്റവും വലിയ കോമ്പിനേഷൻ ആണ് വെസ്റ്റീജ് ആൻഡ് വിന്നിംഗ് ടീം. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴും പറയുന്നു, അതുകൊണ്ട് തന്നെ വിന്നിംഗ് ടീമിന്റെ സപ്പോർട്ടിംഗ് സിസ്റ്റത്തിലുള്ള ഒരുപാട് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ അറ്റൻഡ് ചെയ്യണം. നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ലീഡേഴ്സ് ഉണ്ട്, എക്സ്പീരിയൻസ് ഉള്ള ലീഡേഴ്സ് ഉണ്ട്. ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക, 1 കോടി രൂപ വരുമാനം മേടിക്കുന്ന ബിസിനസ്സിലാണ് നമ്മൾ ഉള്ളത്. അടുത്തൊരു 2025 ആവുമ്പോൾ 64,500 കോടിയിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു കണക്കുകൾ പറഞ്ഞ കോടിക്കണക്കിന് രൂപ ടേൺ ഓവറുള്ള ബിസിനസ്സിലേക്ക് ഏറ്റവും പവർഫുൾ ആയ കമ്പനിയിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള അത്യാവശ്യമുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെ? ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയാളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്ന, അയാളുടെ ആരോഗ്യത്തിലും ആയുസ്സിലും സൗന്ദര്യത്തിലും അയാളുടെ ജനറേഷൻ കൈമാറാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുന്നു. അപ്പൊ എന്തിന് നമ്മൾ മടിക്കണം? അത് ശക്തമായിട്ട് ഗംഭീരമായിട്ട് ആളുകളെ നമുക്ക് ബിസിനസ് ക്ഷണിക്കാൻ വേണ്ടി പറ്റും. എത്ര വലിയ വ്യക്തിയാണെങ്കിലും നമുക്കൊരു ടീമായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റിയ ഏറ്റവും വണ്ടർഫുൾ ആയ ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ന് ഫംഗ്ഷന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഡയറക്ട് സെല്ലിംഗ് ബിസിനസിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയ കാര്യം നമുക്കറിയാം. പുറത്തു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഇത് ശരിയല്ല, അത് ശരിയല്ല, പരാജയപ്പെട്ടു പോകും, നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ. പക്ഷെ ഇതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മീറ്റിംഗ് ട്രെയിനിങ് നമ്മൾ പോകുമ്പോൾ വിജയിച്ച ആളുകളെ കാണാൻ പറ്റും. അവരെന്താണ് ചെയ്തത്, അവരെന്ത് ചെയ്തില്ല, ഇതൊക്കെ വളരെ മനോഹരമായിട്ട് ബിസിനസിന്റെ സീക്രട്സ് നമ്മളോട് പറയുന്നുണ്ടാവും. അതുപോലത്തെ ഒരു ഫംഗ്ഷൻ നാളെ EDS എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, വിന്നിംഗ് ടീമിന്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ പ്രോഗ്രാം നാളെ എറണാകുളത്ത് നടക്കുന്നുണ്ട്. വിവേക് ജെയിൻ എന്ന് പറയുന്ന 2 വർഷം കൊണ്ട് ഈ കമ്പനിയുടെ ഹയസ്റ്റ് പൊസിഷനായി നിൽക്കുന്ന DUCD എന്നൊരു പൊസിഷനിലേക്ക് വന്നൊരു വ്യക്തിത്വമാണ്. അയാൾ നമുക്ക് നേരിട്ട് കാണാം. കാരണം വിജയിക്കണമെങ്കിൽ വിജയിച്ച ആളുകളുടെ വാക്കുകളും പ്രവർത്തികളും നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ പുറത്തുപോയി വേറൊരു ബിസിനസ്സുകാരും എന്റെ രഹസ്യം പറഞ്ഞില്ല. പക്ഷെ ഈ ബിസിനസ്സിൽ തീർച്ചയായിട്ടും നമ്മളോട് പറയുന്നുണ്ടാവും. അതുകൊണ്ട് 100% നമ്മൾ ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്യുക, നമ്മൾ വിജയിച്ച ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങൾ ആരുമായിട്ട് എന്തുമായിക്കോട്ടെ, പ്രായം എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ മോഹങ്ങൾ എത്ര വലുതായിക്കോട്ടെ, അതൊക്കെ നേടിയെടുക്കാൻ പറ്റിയ കേപ്പബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. പക്ഷെ ശരിയായ ബിസിനസ് ശരിയായ സമയത്ത് ശരിയായ ആളുകളുടെ ഒപ്പം ചെയ്യുക എന്ന് തന്നെയാണ് ഒരു ബിസിനസിന്റെ ഒരു വിജയ മന്ത്രം എന്ന് പറഞ്ഞത്. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, ഒരു ശരിയായ ബിസിനസ് ആണ്, ശരിയായ സമയമാണ്, ശരിയായ ആളുകളുടെ ഒപ്പം തന്നെയാണ്. പക്ഷെ നമ്മൾ ശരിയായ വ്യക്തിയാണോ? നമുക്ക് ഈ ബിസിനസ് ആവശ്യമാണോ? ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്യാനുണ്ടോ? ഇതല്ലെങ്കിൽ വേറെ എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുമ്പിലുള്ളത്? ഇത് ഇപ്പൊ ചെയ്തില്ലെങ്കിൽ എപ്പോ ചെയ്യാനാണ്? ഇത് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ചെയ്യുന്ന ജോലി കൊണ്ട് മാത്രം കിട്ടുന്ന വരുമാനം കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ സുഹൃത്തുക്കളെ, നമുക്ക് ജീവിതത്തിൽ അപകടം 1 2 വളവിന്റെ അപ്പുറത്താണ്. ഒരു കാര്യം ഉറപ്പായിട്ട്, ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ബിസിനസ് ചെയ്യണം. ബിസിനസ്സിലാണ് ലാഭമുള്ളൂ. ജോലി ചെയ്താൽ കൂലിയാണ് കിട്ടുള്ളൂ. ക്ലിയർ ആണോ? ബിസിനസ് ചെയ്യാനുള്ള വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ലാണ്ട് ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ബിസിനസ്. ലോകത്ത് വിജയിക്കുന്ന ആളുകളുടെ പ്രത്യേകത, അവർ മറ്റുള്ള ആളുകളുടെ സമയവും എഫേർട്ടും യൂസ് ചെയ്യുന്നു. ഇത് വളരെ ഈസി ആയിട്ട് ആ ഒരു ഫോർമുലയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയ ബിസിനസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ഓപ്പർച്യൂണിറ്റി വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കണം. വളരെയധികം അച്ചീവ്മെന്റ്സ് 2024 എന്നൊരു വർഷം ഒരു സുവർണ വർഷമാണ്. കമ്പനി എക്സ്ട്രാ നമുക്ക് ഫണ്ട് തരുന്നു, നല്ല മൊമെന്റം ഉണ്ട്, ഈ ആവശ്യക്കാരുണ്ട്. ലുക്ക് ഫോർ ദ ലുക്കേഴ്സ്. നമ്മുടെ മാർക്കറ്റിൽ അവസരങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന, എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്ന, ആരോഗ്യം സംരക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരുപാടുള്ളപ്പോ ഇത് ശരിക്കും പറയുന്നത് നമ്മുടെ കയ്യിൽ ഒരു തുരുപ്പ് ചീട്ടായിട്ട് ബിസിനസ് ഉണ്ട്. അതുകൊണ്ട് എത്ര വലിയ സ്വപ്നങ്ങളായിക്കോട്ടെ, നഷ്ടപ്പെട്ട സ്വപ്നങ്ങളായിക്കോട്ടെ, എല്ലാം നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുന്ന, അത് കളർഫുൾ ആക്കാൻ പറ്റുന്ന ഒരു സ്വപ്ന ജീവിതം ആഗ്രഹിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഉറപ്പാണ്. വളരെ തീവ്രമായ, തീക്ഷ്ണമായ, ജ്വലിക്കുന്ന ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ പറ്റിയ ആളുകളും സാഹചര്യം ദൈവം നമുക്ക് തരും. അതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ. വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. വിഷ് യു വെൽ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു നിജി സാർ. വളരെ വ്യക്തമായി, കാരണം കുറഞ്ഞ സമയം കൊണ്ട് അല്ലേ സാറിന്റെ വെസ്റ്റീജ് ലൈഫ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് സക്സസ് ആയി എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മളുടെ നീഡ് അല്ലെ. ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും, അതായത് നമ്മുടെ തീവ്രമായ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, ജ്വലിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമ്മൾ പെട്ടെന്ന് നേടിയെടുക്കും എന്നുള്ളതിന് നല്ലൊരു ഉദാഹരണം കൂടിയാണ് നിജു സാർ. കാരണം അത്രയും തീവ്രമായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. അതുകൊണ്ട് തന്നെ വെസ്റ്റീജിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ
ഈ ഒരു പൊസിഷനിൽ എത്താനും നല്ലൊരു ഇൻകം ഏൺ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഇനിയും വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അതോടൊപ്പം തന്നെ നമുക്കറിയാം വെസ്റ്റേജ് ബിസിനസിന്റെ മാത്രം പ്രത്യേകതയാണ് വിജയിച്ച ആളുകൾ അതിന്റെ സീക്രട്ട് പറഞ്ഞു തരിക എന്നുള്ളത്, അല്ലെ? നമ്മൾ വേറെ എവിടെയെങ്കിലും ഒരു മേഖലയിൽ അവരുടെ വിജയത്തെ കുറിച്ച് എങ്ങനെയാണ് അതും വേണ്ട. നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ നല്ലൊരു ഫുഡ് കഴിച്ചാൽ എന്താണ് ആ ഫുഡില് ആ ടേസ്റ്റിന് നിങ്ങൾ എന്താണ് യൂസ് ചെയ്തത് എന്ന് ചോദിച്ചാൽ പോലും അവർ പറഞ്ഞു തരില്ല. അത് അവർ പറയും അതൊരു സീക്രട്ട് ആണ്. ഓരോ ഹോട്ടലിലും അവരുടേതായ സീക്രട്ട് ഉണ്ട് എന്ന് പറയും, അല്ലെ? പക്ഷെ ഇവിടെ എത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും അവരെങ്ങനെ ഈ ബിസിനസ്സിൽ വിജയിച്ചു എന്നുള്ളത് നമ്മളെ പോലുള്ള എല്ലാവർക്കും വേണ്ടി, അവിടെ ഒരു എന്താ പറയണ്ട, നമ്മൾ ഏത് പിന്നിലാണെന്നോ ഒന്നും നോക്കാതെ ഇന്ന് വന്ന ഒരു വ്യക്തിക്ക് പോലും ഞാൻ വിജയിച്ചത് ഇത്തരത്തിലാണ്, അപ്പൊ നിങ്ങൾക്കും വിജയിക്കണമെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ പ്രവർത്തിച്ചാൽ മതി എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഗ്രേറ്റ് ലീഡേഴ്സ് ഉള്ള ഒരു വിന്നിംഗ് ടീം എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ശക്തമായ ഒരു തീരുമാനം എടുക്കുക. കാരണം ഇവിടെ സക്സസ് മാത്രമേ ഉള്ളൂ, ഫെയിലിയർ ഇല്ല. ക്വിറ്റ് ചെയ്യാതെ നമ്മൾ ഇതിന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ തീർച്ചയായും നമ്മൾ സക്സസ് ആവും. സക്സസ് ആകുന്നത് നമ്മൾ മാത്രമായിരിക്കില്ല, നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ വന്നിട്ടുള്ള നമ്മുടെ അസോസിയേറ്റ്സ്, കാരണം അവരും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. അപ്പൊ അവരെ കൂടി സക്സസ്ഫുൾ ആക്കുക എന്നുള്ളത് നമ്മുടെ കമ്മിറ്റ്മെന്റ് ആണ്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് നല്ലൊരു ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയും അതേപോലെ നാളത്തെ EDSനെ കുറിച്ചും സാറ് നമ്മുടെ അടുത്ത് വിശദമായി പറഞ്ഞു തന്നു. തീർച്ചയായും എല്ലാവർക്കും നല്ല വിജയം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നല്ലൊരു ഭാവി വെസ്റ്റീജിൽ കൂടെ നമ്മൾ കണ്ടിട്ടുള്ള സ്വപ്നങ്ങളെ ഒക്കെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് നമ്മുടെ ലൈഫും നമ്മളെ വിശ്വസിച്ച് വന്നിട്ടുള്ളവരുടെ ലൈഫും സക്സസ്ഫുൾ ആവട്ടെ. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്, വിഷ് യു വെൽ.